പ്രധാനമന്ത്രിജി, എൻ്റെ ആദ്യത്തെ ചോദ്യം എന്നത് താങ്കൾ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പറയുന്നത് കേട്ടു, അഴിമതിക്കാർ പാവപ്പെട്ടവരിൽ നിന്നും ഈടാക്കിയ പണം അവർക്ക് തിരികെ നൽകുമെന്ന്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ലോകത്ത് തന്നെ ഏറ്റവും ഒരു ചരിത്ര സംഭവമായിരിക്കും. ശരിക്കും അങ്ങനെ ഒരു പ്ലാൻ താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി പറയാമോ? തീർച്ചയായും താങ്കൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം എനിക്കും ഇത് ജനങ്ങളെ കൂടുതലായി അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉദാഹരണത്തിന്, ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ജോലിക്ക് വേണ്ടി പല ആളുകളുടെ നിന്നും ഭൂമി അവരുടെ പേരിലേക്ക് എഴുതി വാങ്ങിയിട്ടാണ് ജോലി കൊടുത്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആരൊക്കെയാണ് പണം കൊടുത്തത് എന്നതിന് വ്യക്തമായ തെളിവുകളും രേഖകളും എല്ലാം ഉണ്ട്. തീർച്ചയായും അർഹതപ്പെട്ട ജോലി ലഭിക്കേണ്ട ഒരാൾക്ക് പകരം ഭൂമി കൊടുക്കേണ്ടി വന്നത് തെറ്റല്ലേ? തീർച്ചയായും ആ ഭൂമി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അതിന് നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ബംഗാളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി ലഭിക്കുന്നതിന് ജോലിക്കനുസരിച്ച് എത്ര തുക കൊടുക്കണം എന്നുള്ളത് അവിടെ പരസ്യമായ കാര്യമാണ്. ബംഗാളിൽ അതുപോലെ തന്നെ ടീച്ചർ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പണം കൊടുത്തവരുടെ പരാതികൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. പക്ഷേ അത്തരം ആളുകൾക്ക് നീതി കൊടുക്കാൻ എന്ത് ചെയ്യണം? അതാണ് എൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യം. കേരളത്തിലെ കാര്യം തന്നെ നോക്കിയാൽ അവിടെയുള്ള സഹകരണ ബാങ്കുകൾ പൂർണ്ണമായും ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. സാധാരണ ആളുകൾ, വളരെ പാവപ്പെട്ട ആളുകൾ ചിട്ടിപിടിച്ചും മറ്റുമൊക്കെ സമ്പാദിച്ച പണം അവരുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ബാങ്കിലിട്ടിട്ടുണ്ട്. ആ പണം ആ ബാങ്കുകൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മൾ നിയമപരമായി കേസ് അന്വേഷിക്കുന്നുണ്ട്. ബാങ്കിൻ്റെ പല ആസ്തിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഴിമതി നടത്തിയ നേതാക്കളുടെ പണവും കണ്ടുകെട്ടിയിട്ടുണ്ട്. ആ പണം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആ പണം ശരിക്കും അർഹതപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് നിയമപരമായി എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കേസിനും ഓരോ രീതിയിലുള്ള നിയമോപദേശമാണ് വേണ്ടി വരുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ കൃത്യമായി ആരിൽ നിന്ന് ആർക്കാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖയും തെളിവുകളും ഉണ്ടെങ്കിൽ സർക്കാരിന് ആ പണം തിരികെ കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുത്ത ചരിത്രവും നമുക്കുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മാത്രം ഈ രീതിയിൽ 17,000 കോടി രൂപ, ചെറിയ തുകയല്ല, 17,000 കോടി രൂപ സാധാരണക്കാർക്ക് ഈ രീതിയിൽ എൻ്റെ സർക്കാർ തിരികെ കൊടുത്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് ലോകത്തിലെ തന്നെ ആദ്യ സംഭവമായിരിക്കാം. അഴിമതി നടന്നു, കേസന്വേഷിക്കുന്നു, അതിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, ആ രീതിയിലൊക്കെ വാർത്ത വരാറുണ്ട്. എന്നാൽ അവർക്ക് ഈ 17,000 കോടി രൂപ തിരികെ കൊടുത്ത വാർത്ത ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മോദിജി, താങ്കൾക്ക് താങ്കളുടെ 3ാം ടൈമിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? എൻ്റെ 2ാം ടൈമിൽ തന്നെ 17,000 കോടി രൂപ തിരിച്ചു കൊടുത്ത ഒരു ചരിത്രം എനിക്കുണ്ട്. ആ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് തീർച്ചയായും ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും, ഈ രാജ്യത്ത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് ED ഈ രീതിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ പണം അവർക്ക് തിരികെ കൊടുക്കേണ്ടതുണ്ട്. തിരികെ കൊടുക്കാൻ വേണ്ടത് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഓരോ കേസിനും പ്രത്യേകം നിയമോപദേശം തേടേണ്ടതുണ്ട്. അതിൻ്റെതായ കാലതാമസം ഉണ്ടാവും. അതിന് ചില നിയമവ്യവസ്ഥകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതാണ് എൻ്റെ 3ാം ടൈമിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും മോദിജി, ഇത് താങ്കൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വളരെ വലിയ സംഭവമായിരിക്കും. അർണബ്ജി, മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തൻ്റെ ഇടമുള്ളത് ആർക്കായിരിക്കും? ജനങ്ങളുടെ പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ രീതിയിലുള്ള കാര്യം ചെയ്യാൻ കഴിയൂ. ഞങ്ങൾ ഒരാളുടെയും പണം ഒരു രീതിയിലും അഴിമതി നടത്തി സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പണത്തിൻ്റെ മൂല്യം ഞങ്ങൾക്കറിയാം. ഇന്ന് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വിശ്വാസമുണ്ട്. നരേന്ദ്രമോദി പറയുകയാണെങ്കിൽ അത് ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. 10 രൂപ അവരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ 8 രൂപയെങ്കിലും തിരികെ കൊടുക്കാൻ എനിക്ക് പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10 രൂപ പോയെങ്കിൽ 8 രൂപയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം അവർക്കുണ്ടാവും. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഓരോ വിഷയങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഏത് രീതിയിലാണ് വഴിതിരിച്ചുവിടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളെല്ലാവരും അഴിമതിക്കെതിരാണെന്നാണ്. വാക്കുകളിൽ മാത്രം, പ്രവൃത്തിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. താങ്കൾ അഴിമതിക്കെതിരെ ഘോരഘോരം സംസാരിച്ചാണല്ലോ, താങ്കൾ പലർക്കെതിരെയും ആരോപണം ഉന്നയിച്ചല്ലോ, എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല, അവരെ ജയിലിലിടുന്നില്ല എന്നൊക്കെ ആണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ഈ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തി നോട്ടുകെട്ടുകളുടെ മലയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നോട്ടെണ്ണുന്ന ഉപകരണങ്ങളാണ് പല രാഷ്ട്രീയക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതൊന്നും ആരും കാണുന്നില്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, എല്ലാം നിയമപരമായി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആരെയെങ്കിലും രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ ആക്രമിക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്നും ഫാസ്റ്റാക്കാൻ പറയാറില്ല. അന്വേഷണ ഏജൻസിക്ക് മേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഞാനും നൽകാറില്ല, മറ്റാരും നൽകാൻ ഞാൻ അനുവദിക്കാറുമില്ല. അത് രാഷ്ട്രീയക്കാരുടെ കാര്യമാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ കാര്യമാണെങ്കിലും
വ്യാപാരികളുടെ കാര്യമാണെങ്കിലും ഡ്രഗ് മാഫിയയുടെ കാര്യമാണെങ്കിലും ഗൺ മാഫിയയുടെ കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും എൻ്റെ സർക്കാരിൻ്റെ സമീപനം ഒന്ന് തന്നെയാണ്. അന്വേഷണ ഏജൻസികൾ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 2014 ഞാൻ അധികാരത്തിൽ വന്നു. അതിനുശേഷം 16, 17, 18 ഓരോ വർഷവും അവരുടെ അന്വേഷണങ്ങളും റെയ്ഡുകളും കൃത്യമായി നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ ഈ രാജ്യത്തെ അഴിമതി പണമായി പിടിച്ച് സർക്കാരിൽ വച്ചിരിക്കുന്നത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ്. നോട്ടിന്റെ മലയാണ്. ഇതൊക്കെ വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇത്രയും അഴിമതി പണം പിടിച്ചെടുത്തുവെങ്കിൽ അത്രത്തോളം കേസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാണല്ലോ അർത്ഥം. അതായത് ഇവിടെ അഴിമതികൾ തടയപ്പെടുന്നുണ്ട്. 1.5 ലക്ഷം കോടി രൂപയാണ് ED അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അന്വേഷണ ഏജൻസികൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത്രയും പണം നമുക്ക് കൃത്രിമമായി സൃഷ്ടിച്ച് കാണിക്കാൻ കഴിയില്ലല്ലോ. അതായത് ഉദാഹരണമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊലപാതകിയെ രക്തം പുരണ്ട കത്തിയോടെ കൈയോടെ പിടിച്ചിട്ടും അയാൾ കൊലപാതകിയല്ല എന്ന് പറയുന്നത് പോലെയാണിത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ പല അഴിമതിക്കാരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കാം. പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തന്നെ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന അമർസിംഗ് ചൗധരി അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിക്കെതിരെ എനിക്ക് പലതും പറയാനുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരിക്കലും അഴിമതി ആരോപണം ഉന്നയിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വെറുമൊരു നേതാവല്ല, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ആയിരുന്ന ആളാണ്. അദ്ദേഹമാണ് പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും ഞാൻ തയ്യാറല്ലെന്ന്. അതാണ് എൻ്റെ ട്രാക്ക് റെക്കോർഡ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഗുജറാത്തിൽ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഇപ്പോഴത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് 250 ജോഡി വസ്ത്രങ്ങളുണ്ട് എന്നായിരുന്നു ആരോപണം. അതേ ദിവസം തന്നെ വൈകിട്ട് എനിക്കൊരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത്രയും വസ്ത്രങ്ങളുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എനിക്ക് ജനങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് 250 ജോഡി വസ്ത്രങ്ങളുള്ള മുഖ്യമന്ത്രി വേണോ, അതോ സാധാരണക്കാരായ നിങ്ങളുടെ 250-ലധികം ഏക്കർ അടിച്ചു മാറ്റിയ നേതാക്കളെ മുഖ്യമന്ത്രിയെ വേണോ, അതോ നിങ്ങളുടെ പണം മോഷ്ടിച്ചു കൊണ്ടുപോയി 250 കോടി രൂപ നിക്ഷേപിച്ച നേതാക്കളെ മുഖ്യമന്ത്രിമാരായി വേണോ? ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് 250 ജോഡി വസ്ത്രമുള്ള മുഖ്യമന്ത്രിയെ മതിയെന്ന്. അതിനുശേഷം കോൺഗ്രസ് ഗുജറാത്തിലെങ്കിലും എനിക്കെതിരെ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഉന്നയിച്ചിട്ടില്ല. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ ഭരണകാലത്തിന് മുമ്പ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമായിരുന്നു കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നൊക്കെ. ഇപ്പോൾ വർഷങ്ങളായി ഈ സർക്കാരിൻ്റെ കാലത്ത് കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നൊരു വാർത്ത പോലും കേൾക്കാറില്ല. മുമ്പൊക്കെ എല്ലാ മാസങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ഈ കരിഞ്ചന്തയിൽ നിന്നും പൂഴ്ത്തിവെപ്പിൽ നിന്നും നമ്മുടെ നാടിന് മോചനം ലഭിച്ചതുപോലെ തന്നെ തീർച്ചയായും ഈ അഴിമതിയിൽ നിന്നും ഈ നാടിന് പൂർണ്ണമായും മോചനം ഉണ്ടാകുന്ന ഒരു കാലം വരും. അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. തീർച്ചയായും അതിനെതിരെ ഞങ്ങൾ കൃത്യമായ ആക്ഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഴിമതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ ഒന്നും വിധി പറയാൻ ഞാൻ മജിസ്ട്രേറ്റുമല്ല, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ പോലീസുമല്ല. ഒരു ഭരണത്തലവൻ എന്ന നിലയിൽ എനിക്ക് ചില നിർദ്ദേശങ്ങളാണ് കൊടുക്കാൻ കഴിയുക. എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിയന്ത്രിക്കാനാണ് കഴിയുക. അത് കൃത്യമായി ഞാനും എൻ്റെ സർക്കാരും ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ സർക്കാരും അഴിമതിയുടെ കാര്യത്തിൽ 0 ടോളറൻസ് എന്നുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അർണ പറയുന്നുണ്ട് 0 കോംപ്രമൈസ്. അങ്ങനെയല്ല, കോംപ്രമൈസ് എന്നൊരു വാക്കേ എൻ്റെ നിഘണ്ടുവിലില്ല. കോംപ്രമൈസിന് വേണ്ടി ആരെങ്കിലും എൻ്റെ വാതിലിൽ മുട്ടിയാൽ അവരെ ഓടിച്ചുവിട്ട ചരിത്രം മാത്രമേ എനിക്കുള്ളൂ. ഞാനും എൻ്റെ സർക്കാരും 0 ടോളറൻസ്, ഒരു തരത്തിലുള്ള അഴിമതിയും ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതുതന്നെയാണ് ഞങ്ങളുടെ നയം. ഒരു ഭരണത്തലവൻ എന്ന നിലയിൽ അഴിമതി ഇല്ലാതാക്കാൻ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നാൽ പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കണം. തീർച്ചയായും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സർക്കാർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം വഴി 36 ലക്ഷം കോടി രൂപയാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് ഈ സർക്കാർ നേരിട്ട് നൽകിയത്. മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നത് 100 പൈസ താഴേക്ക് ജനങ്ങൾക്ക് കൊടുത്താൽ അതിൽ 15 പൈസ മാത്രമേ ജനങ്ങളിൽ എത്തുള്ളൂ എന്നാണ്. 85 പൈസ നഷ്ടമാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇടനിലക്കാർ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ എൻ്റെ സർക്കാർ ഇടനിലക്കാരില്ലാതെ 36 ലക്ഷം കോടി രൂപ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നൽകിയിരിക്കുന്നു. രാജീവ് ഗാന്ധി പറഞ്ഞിരുന്ന പോലെ 100 പൈസയിൽ 15 പൈസ മാത്രമേ ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുകയുള്ളായിരുന്നുവെങ്കിൽ 36 ലക്ഷം കോടി രൂപയിൽ എത്ര ലക്ഷം കോടി രൂപ ഇടനിലക്കാർ കൊണ്ടുപോകുമായിരുന്നു? പക്ഷേ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഈ 36 ലക്ഷം കോടി രൂപയും സാധാരണക്കാർക്ക് ലഭിച്ചു. ഇത് കേവലം ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഉണ്ടായ മാറ്റമല്ല. ആദ്യം ഇതിന് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണ്ടിയിരുന്നു. ജൻധൻ യോജന എന്നൊരു പദ്ധതി തുടങ്ങി 2 ദിവസം കൂടുന്തോറും ധനമന്ത്രിയുമായും ഈ നാട്ടിലെ ബാങ്ക് മാനേജരുമായും ഉദ്യോഗസ്ഥരുമായും മീറ്റിംഗ് വിളിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് നൽകിയത്.
അതിനുശേഷം ആധാർ കാർഡ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ തുടങ്ങി. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ സർക്കാർ വന്നതിന് ശേഷമാണ് ആധാറിനെതിരെ പോലും എത്ര കേസുകളാണ് വന്നത്. അതായത് സുതാര്യമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ എനിക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ കാലത്തുണ്ടായ സാധനമാണ് ഈ ആധാർ. പക്ഷേ അന്ന് അവർക്കാർക്കും കോടതിയിൽ പോകണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യണം എന്ന് തീരുമാനമെടുത്തപ്പോൾ അവർ ആധാറിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. പക്ഷേ ഞാൻ വ്യതിചലിച്ചില്ല, മുന്നോട്ട് തന്നെ പോയി. അതിനുശേഷം ഞാൻ അക്കൗണ്ടിനെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാനും തീരുമാനിച്ചു. ഇത് കൃത്യമായ പ്ലാനോടുകൂടി തന്നെ ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ മൂന്നും ലിങ്ക് ചെയ്യുക വഴി ഈ രാജ്യത്ത് വളരെ വലിയൊരു ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായി. അതുമാത്രമല്ല, ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, കച്ചവടക്കാർക്ക് QR കോഡ് സ്കാൻ ചെയ്ത് വളരെ പെട്ടെന്ന് അവർക്ക് വിൽക്കാനും കഴിയുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ ഡിജിറ്റൽ വിപ്ലവത്തിന് കാരണമായത് ഈ ചിന്തയുടെ ഭാഗമായിട്ടാണ്. ഇന്ന് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്നത് പോലും QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ നാട്ടിൽ ധനക്രയവിക്രയങ്ങൾ കൂടുതൽ സുതാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ ഇലക്ഷന് പോലും സുപ്രീം കോടതി പോലും പറഞ്ഞു 20,000 രൂപ വരെ പണമായി നമുക്ക് സംഭാവന സ്വീകരിക്കാമെന്ന്. പക്ഷേ ഞാൻ നിർബന്ധം പിടിച്ചു 2,000 അല്ലെങ്കിൽ 2,500 രൂപയിൽ കൂടുതൽ പണമായി കൈമാറ്റം ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. 2016 1000 നോട്ട് നിരോധിച്ചു, 500 നോട്ട് നിരോധിച്ചു. ഇപ്പോൾ 2000 നോട്ടും പുതുതായി അച്ചടിക്കുന്നില്ല, മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ് ചെയ്തത്? തീർച്ചയായും വലിയ വലിയ നോട്ടുകൾ മാർക്കറ്റിൽ നിന്ന് പരമാവധി ഒഴിവാക്കുകയാണ്. അത് അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം നോട്ട് കെട്ടുകളുടെ മലയാണ് പലയിടത്തുനിന്നും നമുക്ക് റെഡി ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതില്ലാതാക്കാൻ തന്നെയാണ് മനഃപൂർവ്വം ഇത് ചെയ്തത്. അതുപോലെ തന്നെ സർക്കാരിന് വിവിധ ആവശ്യങ്ങൾക്കായി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അത് പൂർണ്ണമായി സുതാര്യമാക്കി മാറ്റി. ജാം പോർട്ടൽ വഴിയാണ് ഇന്ന് രാജ്യത്തെ എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പോലും അവരുടെ പ്രൊഡക്റ്റുകൾ സർക്കാരിന് വിൽക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ സുതാര്യമായിട്ടാണ് ജാം പോർട്ടൽ സംവിധാനം ഇന്ന് രാജ്യത്തുള്ളത്. അതിൽ നിന്ന് തന്നെ ഈ രാജ്യത്തിന് എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുമോ? പ്രധാനമന്ത്രിജി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ സാം പിട്രോഡ നമ്മുടെ രാജ്യത്തെ ഓരോ ഭാഗത്തും ജീവിക്കുന്ന ജനങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കൻസാണ്, ഗുജറാത്ത് മേഖലയിലുള്ളവർ അറേബ്യകളുടെ പിന്തുടർക്കാരാണ്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ളവർ ചൈനക്കാരുടെ പിന്തുടർയാണ്. ആ രീതിയിൽ ഭാരതീയരെ വളരെ മോശമായി ആക്ഷേപിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ രീതിയിൽ സംസാരിച്ചതിൽ എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായും സാം പിട്രോഡയുടെ അഭിപ്രായത്തിൽ താങ്കൾ നോർത്ത് ഈസ്റ്റിൽ വരുന്ന ആളാണ്, അതുകൊണ്ട് താങ്കൾ ചൈനീസാണ്. ഞാൻ ഗുജറാത്തിലുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ അറബിയാണ്. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭൂപ്രദേശത്തിൻ്റെ പേരിലുമൊക്കെ ജനങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജീവിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് വ്യക്തമായി മനസ്സിലാവും. കാരണം ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം വേദന ഉണ്ടാക്കും എന്നും എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷെ കോൺഗ്രസിന് അതറിയില്ല. ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ഭിന്നിപ്പിക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. തീർച്ചയായും വളരെ വലിയ വാർത്തയായതുകൊണ്ട് സാം പിട്രോഡയെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ കൂടി നയമാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, സാം പിട്രോഡ ഇത് പറയുന്നതിന് ഏതാണ്ട് 5 ദിവസം മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടിൽ കോൺഗ്രസിൻ്റെ തന്നെ അഭിപ്രായമായി അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. തീർച്ചയായും ഈ രാജ്യത്തെ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അത് മാത്രമാണ് അവരുടെ ചിന്ത. അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയാനുണ്ട്. പറഞ്ഞാലും തീരാത്തത്ര തരത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 5 ദിവസം മുമ്പ് കോൺഗ്രസിൻ്റെ മീറ്റിംഗ് കൂടി അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത്, ഈ നാട്ടിലെ പരീക്ഷകളിൽ, പ്രത്യേകിച്ചും UPSC ആണെങ്കിലും IAS ആണെങ്കിലും സ്കൂളിലെ ആണെങ്കിലും കോളേജിലാണെങ്കിലും യൂണിവേഴ്സിറ്റികളിലെ ആണെങ്കിലും ഒക്കെയുള്ള പരീക്ഷകളിൽ സവർണരാണ് പേപ്പർ നോക്കുന്നതെങ്കിൽ അവർണരെ തോൽപ്പിക്കാൻ ശ്രമിക്കും, സവർണരെ ജയിപ്പിക്കാൻ ശ്രമിക്കും. ദളിത്, SC, OBC ആളുകളാണ് പേപ്പർ നോക്കുന്നതെങ്കിൽ അവർ സവർണരായി കരുതുന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. ഏത് രീതിയിലുള്ള മെസ്സേജാണ് ഇവർ ഈ രാജ്യത്തിന് കൊടുക്കുന്നത്? തീർച്ചയായും അവരുടെ മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ മധുരത്തിൽ പൊതിഞ്ഞ് ഈ രീതിയിൽ പറഞ്ഞു. സാം പിട്രോഡ കുറച്ചുകൂടി ഓപ്പണായിട്ട് പറഞ്ഞു. അതുമാത്രമാണ് വ്യത്യാസം. ഈ നാട്ടിലെ എല്ലാ സംസ്ഥാനത്തെയും ജാതി, മതം, നിറം, ലിംഗം എല്ലാത്തിൻ്റെയും പേരിൽ വിഭജിക്കാനാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെയും എൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യം എങ്ങനെ ഇവരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ നിർമ്മിച്ചപ്പോൾ ഞാനതിന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് പേരിട്ടത്. കാരണം ഐക്യം ഞങ്ങൾക്ക് പ്രധാനമാണ്. 1991 കാശ്മീരിലേക്ക് ഞാനും അദ്വാനിജിയും യാത്ര നടത്തിയപ്പോൾ അതിന് ഏക്താ യാത്ര എന്നാണ് പേരിട്ടത്.
സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ നിൽക്കുന്ന ആ പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തിൻ്റെ പേര് മാറ്റി ഞാൻ അതിന് ഏക്താ നഗർ എന്നാണ് പേരിട്ടത്. അതുപോലെ തന്നെ എൻ്റെ സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് എല്ലാ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനത്ത് ഏക്താ മോൾ എന്നൊരു വലിയ മാർക്കറ്റ് ഉണ്ടാക്കണമെന്ന്. ലക്നൌവിൽ മറ്റ് പല സംസ്ഥാനത്തും അത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തെയും ഭക്ഷണം, എല്ലാ സംസ്ഥാനത്തെയും വസ്ത്രം, എല്ലാ സംസ്ഥാനത്തിൻ്റെയും കൾച്ചർ അനുസരിച്ച് അവർ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ അങ്ങനെ ലഭിക്കുന്ന ഒരു കുടക്കീഴിൽ എല്ലാ സംസ്ഥാനത്തും അത് ലഭിക്കും. അതായത് ലക്നൗ മാളിൽ ഞാൻ പോയപ്പോൾ എനിക്കവിടെ കേരളത്തിലെ ഭക്ഷണം കിട്ടും, നാഗാലാൻഡിലെ കരകൗശല വസ്തുക്കൾ കിട്ടും. ഇങ്ങനെയുള്ള ആശയങ്ങൾ വഴി അവരെ ഒരുമിപ്പിക്കാനാണ് ഞാനും എൻ്റെ സർക്കാർ ശ്രമിക്കുന്നത്. ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തെയും എല്ലാ ഭൂപ്രദേശത്തെയും ആളുകൾ ഒന്നിച്ചു നിൽക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. പക്ഷേ കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്നത് അവരെ എപ്പോഴും തമ്മിൽ തല്ലിക്കുക, ഏതൊക്കെ രീതിയിൽ വിഘടിപ്പിക്കാൻ കഴിയുമോ അതിനുവേണ്ടി മാത്രമാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു രീതിയിലും ഒരാളെ അധിക്ഷേപിക്കാൻ പാടില്ല. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും കറുപ്പിൻ്റെ പര്യായമാണ്. ഭഗവാൻ പരമശിവനും കറുപ്പ് തന്നെയാണ്. എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, കോൺഗ്രസിനുള്ളിലുള്ള ആളുകൾക്ക് പോലും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ പോക്കിൽ അതൃപ്തിയുണ്ട്. ഇപ്പോൾ എത്ര നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നത്? അവരിൽ പല നേതാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് മനം മടുത്തിട്ടാണ് അവർ ആ പാർട്ടി വിട്ടതെന്ന്. എന്തിന്? ഇപ്പോഴും കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ലോക്സഭയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ വളരെ വിഷമമുണ്ട്. കോൺഗ്രസ് മാവോവാദികളുടെ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. തികച്ചും വർഗീയമായ തരത്തിലേക്ക് അവരുടെ ചിന്താഗതികൾ മാറിയിരിക്കുന്നു. എനിക്കതിൽ വിഷമമുണ്ട് എന്ന് ഇപ്പോഴും കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കൂ, കോൺഗ്രസിൻ്റെ ഉള്ളിൽ പോലും അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധം കോൺഗ്രസിൻ്റെ ചിന്താഗതി പൂർണ്ണമായും മാറിയിരിക്കുന്നു. അവരുടെ അസ്തിത്വം തന്നെ അവർ ആർക്കൊക്കെയോ പണയം വെച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ വളരെ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ഒരു പ്രധാനമന്ത്രി നിലയിൽ അത്രയും ദേഷ്യം കാണിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ നാടിനെയും ജനങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള, ഇത്രയും വർഷം ഈ രാജ്യം ഭരിച്ച ഒരു പാർട്ടി, അതിലെ നേതാക്കൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ദേഷ്യം വരില്ലേ? കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ സ്വത്ത് വീതം വെക്കുന്നതിനെ കുറിച്ച് താങ്കൾ നടത്തിയ പ്രസ്താവന വളരെ വ്യാപകമായ രീതിയിലാണ് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. അതിനെതിരെ പരസ്യമായി ഖാർഗെജി ലെറ്റർ എഴുതുകയും ചെയ്തു, അവരുടെ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഇല്ല എന്ന്. പക്ഷേ ഇന്നലെ ഇന്ത്യ അലയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് രാജ്യത്താകെ മുസ്ലിം റിസർവേഷൻ കൊണ്ടുവരണമെന്നാണ്. അതായത് OBCയിലേക്ക് മുസ്ലിം വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് പ്രത്യേക സംവരണം നൽകി സംരക്ഷിക്കണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തെ OBCയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുമെന്നുള്ളത് ഇന്ത്യ അലയൻസിൻ്റെ തീരുമാനം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുവിനെ കുറിച്ച് സംസാരിക്കാത്തത്? പൂർണ്ണമായും അവരെ ഒഴിവാക്കിയിട്ട് ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റിലേക്ക് മാത്രമായി കോൺഗ്രസ് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? ഭാരതത്തിന് ആരൊക്കെ എതിർത്താലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച ഒരു മുദ്രാവാക്യമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത്. 2019 എൻ്റെ 2ാം ടൈമിൽ ഞാനതിൽ സബ്കാ വിശ്വാസ് കൂടി കൂട്ടിച്ചേർത്തു. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. അതിൽ ഞാൻ പ്രയാസ് കൂടി കൂട്ടിച്ചേർത്തു. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ്. ഈ രീതിയിൽ രാജ്യത്തെയും ഈ നാട്ടിലെ ജനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ സർക്കാരും പ്രവർത്തിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം അതല്ല. ഈ നാട്ടിലെ ജാതി മത വിഭാഗത്തെ എങ്ങനെയൊക്കെ വിഘടിപ്പിച്ച് അതിൽ ആരെയൊക്കെ കൂടെ നിർത്താൻ കഴിയും എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിൻ്റെ ചിന്ത. എൻ്റെയും എൻ്റെ സർക്കാരിൻ്റെ നയമെന്നത് സർക്കാരിൻ്റെ കാര്യപരിപാടികളിൽ, പ്രോഗ്രാമുകളിൽ, പദ്ധതികളിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും വിവേചനവും പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ കൊടിയുടെയോ ലിംഗത്തിൻ്റെയോ പേരിൽ ഒരു തരത്തിലും ഒരു വിവേചനവും സർക്കാരിൻ്റെ ഒരു പദ്ധതികളിലും പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നയം. വന്ന് നമ്മുടെ രാജ്യത്ത് ചില രാഷ്ട്രീയ കക്ഷികൾ മനഃപൂർവ്വം ഭൂപ്രദേശത്തിൻ്റെ പേരിൽ പോലും വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ആ രീതിയിലുള്ള വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സർക്കാരിൽ തന്നെ പല മന്ത്രിമാരും പല ജില്ലകളെയും പിന്നോക്ക ജില്ലകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ വിളിക്കാൻ പാടില്ല, അവരെ ഞാൻ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് എന്നാണ് വിളിക്കുന്നതെന്ന്. അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുത്ത് അത്തരം ജില്ലകളിലേക്ക് വികസനം എത്തിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. അവരെ പിന്നോക്ക ജില്ലകളെന്ന് വിളിക്കുന്നതിൽ പോലും എനിക്ക് താല്പര്യമില്ല. ആ രീതിയിൽ പോലും ഒരു വ്യത്യാസം ഒരു സ്ഥലത്തോടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല,
ഒരു മരുന്ന് ഷോപ്പ് പോലും, ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ലാത്ത ജില്ലകളുണ്ടായിരുന്നു ഈ നാട്ടിൽ. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വോട്ട് ബാങ്ക് കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ്. മൻമോഹൻ സിംഗ് തന്നെ ഞാൻ കൂടി ഇരിക്കുന്ന സഭയിൽ പറഞ്ഞതാണ് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ പ്രഥമാവകാശി മുസ്ലിങ്ങളാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരുടെ മാനിഫെസ്റ്റോയും അവരുടെ പ്രധാനമന്ത്രിയുടെയും നേതാക്കന്മാരുടെയും പ്രസംഗവും അവരുടെ പഴയകാല പ്രവർത്തനങ്ങളും വിലയിരുത്തി തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണെന്ന്. കോൺഗ്രസിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം. കർണാടകയിൽ ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഈ മുസ്ലിം ജനവിഭാഗത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടി മുസ്ലിം ജനവിഭാഗത്തിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംവരണം കൊടുക്കുന്നതിന് വേണ്ടി അവരെ OBCയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് രാത്രിക്ക് രാത്രി. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ആ നിയമം എടുത്തു മാറ്റിയത്. മുൻപ് ആന്ധ്രയിലും ഇവർ ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. അത് അന്ന് സുപ്രീം കോടതി ഇടപെട്ടാണ് അത് റദ്ദാക്കിയത്. അതായത് കോൺഗ്രസിൻ്റെ നയം കാലങ്ങളായി ഇത് തന്നെയാണ്. അവർക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള സമൂഹത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്നതിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ നാടിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ അത് എഴുതുന്നതിന് മുമ്പേ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് തന്നെയാണ് തീരുമാനിച്ചത് ഈ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ സംവരണം ഉണ്ടാകാൻ പാടില്ല എന്നത്. അതേസമയം തന്നെ ദളിത് വിഭാഗത്തിനും ആദിവാസികൾക്കും സംവരണം നൽകണമെന്ന് തീരുമാനിച്ചതും ഇതേ ഭരണഘടന ഉണ്ടാക്കിയ ഇന്നത്തെ ആളുകൾ സവർണർ എന്ന് വിളിക്കുന്ന നെറ്റിക്ക് കുറിയൊട്ട ആളുകളൊക്കെ തന്നെയായിരുന്നു. അത് അതുപോലെ തന്നെ പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ നയവും എൻ്റെ സർക്കാരിൻ്റെ തീരുമാനവും. ഈ കോൺഗ്രസ് തന്നെ എത്ര കാലം ഈ രാജ്യം ഭരിച്ചിരുന്നതാണ്. അവർക്ക് പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചിരുന്ന സമയത്ത് പോലും അവർ ഈ തരത്തിൽ മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുപോയി ശ്രമിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? അന്നത്തെ കോൺഗ്രസിന് കുറച്ചുകൂടി മൂല്യമുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് തകർന്നു പോയിരിക്കുന്നു. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ആ ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള സമൂഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് അവർ തരം താണിരിക്കുന്നു. അതാണ് അപകടകരം. ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA ഉള്ളത് ആർക്കാണ്? BJPക്കാണ്. പട്ടികജാതി MP ഉള്ളത് ആർക്കാണ്? BJPക്കാണ്. പട്ടികവർഗ MLAമാർ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? BJPക്കാണ്. പട്ടികവർഗ MPമാർ, പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാർ, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ OBC മന്ത്രിമാരുള്ളത്, OBC MLAമാരുള്ളത്, MPമാരുള്ളത് എല്ലാം BJPക്കാണ്. അതായത് കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. അതുകൂടാതെ കഴിഞ്ഞ 10 വർഷത്തിൽ എൻ്റെ സർക്കാർ നടത്തിയ ഗരീബ് കല്യാൺ യോജന പദ്ധതികൾ പ്രകാരം ഈ രാജ്യത്തെ സാധാരണക്കാർ, പാവപ്പെട്ടവരെല്ലാം തന്നെ എന്നോടൊപ്പമാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് നരേന്ദ്രമോദി ഭരിച്ചാൽ അവർക്കുണ്ടാകുന്ന നേട്ടം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ പാർട്ടിയിൽ നിന്ന് ഒലിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ ആരെയാണ് മോദിയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തി അവരുടെ പക്ഷത്ത് ചേർക്കാൻ പറ്റുന്നത്? അവർക്ക് വേണ്ടി അവർ ഇപ്പോൾ അവരുടെ നയങ്ങൾ പൂർണ്ണമായി മാറ്റിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ നാട് ഭരിച്ച കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഈ മതപരമായ സംവരണം ഏർപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നത്? അന്നത് അവർ ചെയ്തില്ലല്ലോ. ഇതും എന്തുകൊണ്ടാണ് ഈ പ്രീണിപ്പിക്കുന്നതെന്ന് അറിയുമോ? സാധാരണ ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനത്തെയും പ്രാദേശിക കക്ഷികളുടെ കൂടെയായിരുന്നു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെയുള്ള പ്രാദേശിക കക്ഷികളുടെ കൂടെയാണ് ശരിക്കും ഈ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഇന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രാദേശിക കക്ഷികളുടെ വോട്ട് ബാങ്കായ ഈ മുസ്ലിം വിഭാഗത്തെ തങ്ങളോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി രാജ്യവ്യാപകമായി മുസ്ലിം വിഭാഗത്തിന് പ്രത്യേകമായ സംവരണം തരാം, അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കാം, ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് പ്രാദേശിക പാർട്ടികളെ ക്ഷയിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ കാരണം BJP ഒരിക്കലും ക്ഷയിക്കാൻ പോകുന്നില്ല. പ്രാദേശിക പാർട്ടികളെ ക്ഷയിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് കൂടി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകി ഒരു പ്രധാന പ്രതിപക്ഷമാകാനുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഈ തന്ത്രങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഈ രാജ്യത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിന്ദു മുസ്ലിം വിഭജനം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണെന്നാണ്. ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഈ വിഷയം കൊണ്ടുവന്നത് ഞാനല്ല. നിങ്ങളുടെ നയപരിപാടികളിൽ, നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും വിഘടിപ്പിക്കുന്ന രീതിയിൽ, പ്രത്യേകം വ്യക്തമായി കാണുന്ന രീതിയിൽ നിങ്ങൾ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അതിനെനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിലെ അപകടം ജനങ്ങളെ മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും മുസ്ലിം വിരുദ്ധനല്ല, ഞാൻ മുസ്ലിങ്ങൾക്കെതിരുമല്ല. ഞാൻ ചെയ്യുന്നത് ഈ നാട്ടിൽ മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ്, സെക്യുലർ ആണെന്ന പേര് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലിപ്പിച്ച് ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതും ഈ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ വൃത്തികേടുകളെ തുറന്നു കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്.
കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണല്ലോ തമിഴ്നാട്ടിലെ DMK. അവർ തമിഴ്നാടിനെക്കുറിച്ചും തമിഴ് കൾച്ചറിനെക്കുറിച്ചും ആ ഭാഷയെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് സാം പിത്രോഡ ഇന്നലെ അവരെ വിളിച്ചത് ആഫ്രിക്കൻ വംശജരുടെ പിൻഗാമികളെന്നാണ്. അതിൽ അവർക്കൊരു വേദനയുമില്ലേ? DMKക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യം ഉപേക്ഷിക്കാൻ വേണ്ടത്. കാരണം തമിഴ് പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന നിങ്ങളെയാണ് ആഫ്രിക്കൻസ് എന്നവർ വിളിച്ചത്. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് വളരെ വിശദമായി റിപ്പബ്ലിക് ന്യൂസ് വാർത്ത കൊടുത്തിരുന്നു. ഒരു മാസം ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. താങ്കൾ എപ്പോഴും വികസിത ഭാരതത്തെക്കുറിച്ച് പറയുന്നു. തീർച്ചയായും അതിൽ ബംഗാളും ഉൾപ്പെടുമല്ലോ. അവിടെ നടക്കുന്ന ഈ അക്രമങ്ങളെക്കുറിച്ച്, വികസിത ബംഗാളിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ? തമിഴ്നാടും ബംഗാളും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം നോക്കിയാലും ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. എത്ര നല്ല നേതാക്കന്മാരെ സംഭാവന ചെയ്ത പ്രദേശമാണ്. ഇന്ന് ആ നാടിൻ്റെ ഗതി ആലോചിച്ചു നോക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 30 വർഷമാണ് ബംഗാൾ ഇടതുപക്ഷം ഭരിച്ചത്. ആ സമയത്ത് ഇടതുപക്ഷം ചെയ്ത ക്രൂരതകളെക്കുറിച്ച് നിയമസഭയിൽ സംസാരിച്ച് ജനങ്ങളുടെ പിന്തുണ നേടിയാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും അധികാരത്തിൽ വന്നത്. നിയമസഭയിൽ മമതാ ബാനർജി എന്തൊക്കെയാണോ ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞിരുന്നത്, ഇന്ന് അതേ കാര്യങ്ങളാണ് തൃണമൂലിനും മമതാ ബാനർജിക്കുമെതിരെ BJPക്ക് ബംഗാളിൽ പറയേണ്ടി വരുന്നത്. അന്ന് ഇടതുപക്ഷത്തിനെതിരെ മമതാ ബാനർജി പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ മമതാ ബാനർജി ജനങ്ങളോട് ചെയ്യുന്നത്. വളരെ ക്രൂരതയാണ് ജനങ്ങളോട് ചെയ്യുന്നത്. ഇന്ന് ബംഗാൾ ഭരിക്കുന്നവർ തന്നെ ക്രിമിനലുകളായി മാറിയിരിക്കുന്നു. ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഈ സന്ദേശ് ഖാലി ഉണ്ടല്ലോ, ബംഗാളിൻ്റെ മുഴുവൻ ചിത്രമെടുത്താൽ വളരെ ചെറിയൊരു ചിത്രം മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞത് സന്ദേശ് ഖാലിൽ നടക്കുന്നത് ചെറിയ കാര്യമാണെന്നല്ല, പക്ഷേ ബംഗാളിൽ ആകെ നടക്കുന്ന വിഷയങ്ങൾ എടുത്താൽ സന്ദേശ് ഖാലി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നാണ്. തീർച്ചയായും വളരെ വലിയ ദ്രോഹമാണ് ഇവിടെ നടക്കുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള പ്രധാനമന്ത്രി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടുകയില്ല. ശരിക്കും പറഞ്ഞാൽ ബംഗാൾ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമല്ല എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു നിയമവും ഒരു അന്വേഷണ ഏജൻസിയും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. ഇപ്പോൾ തന്നെ അധ്യാപക നിയമനത്തിൽ വലിയ അഴിമതി നടന്നു. അതിനെതിരെ അന്വേഷണ ഏജൻസികൾ നോട്ട് കെട്ടുകളുടെ മലയാണ് അവിടുന്ന് കണ്ടെത്തിയത്. നോട്ട് എണ്ണി യന്ത്രം പോലും തകരാറിലാകുന്ന തരത്തിലുള്ള നോട്ട് കെട്ടുകളുടെ മലയാണ് അവിടുന്ന് അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ടും ആ സർക്കാർ അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഒരു സാധാരണ കാര്യം എന്ന പോലെയാണ് അവർ പ്രതികരിക്കുന്നത്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപകടകരമായ അവസ്ഥയിലാണ്. ഞാനിത് കേവലം ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്നില്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ചില പ്രദേശങ്ങളിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മറ്റെല്ലാ രാജ്യത്തും ആ പ്രശ്നമുണ്ടാകുന്ന ഭാഗം ഭരിക്കുന്ന സർക്കാരുകൾ അതിൽ ദുഃഖിക്കും, വിഷമിക്കും, അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇവിടം ഭരിക്കുന്നവർ അതൊരു തെറ്റായി പോലും അംഗീകരിക്കുന്നില്ല. ഏതാണ്ട് 30-35 വർഷം ഇടതുപക്ഷവും 15-20 വർഷം തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഭരിച്ച് ആ സംസ്ഥാനത്തെ നശിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഒരു വികസനവും അവിടെ നടക്കുന്നില്ല. ഒരു കമ്പനിയും ബംഗാളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഒരു വ്യവസായം അവിടേക്ക് വരുന്നില്ല. അവിടെ രാഷ്ട്രീയം നടക്കുന്നുണ്ട്, പക്ഷേ അവിടുത്തെ സാധാരണക്കാർ പട്ടിണിയിലാണ്, ദുരിതത്തിലാണ്. അവിടെ തീർച്ചയായും മാറ്റമുണ്ടാകേണ്ടതുണ്ട്. എത്രയോ മഹാനുഭാവന്മാർക്ക് ജന്മം നൽകിയ നാടാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലത്താണെങ്കിലും അതിനുശേഷമാണെങ്കിലും എത്ര വലിയ വ്യവസായങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കൊൽക്കത്ത. ആ നാടിനാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. മോദിജി, തീർച്ചയായും രാമക്ഷേത്രത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കാനാവില്ല. ഞാനും അവിടെ പോയിരുന്നു, റിപ്പോർട്ടിംഗ് എല്ലാം ചെയ്തിരുന്നു. രാമക്ഷേത്രം തീർച്ചയായും ഇന്ന് ഭാരതീയർക്ക് വലിയ ഉത്സാഹം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ആ പ്രതിഷ്ഠ ചടങ്ങ് അത്രത്തോളം മഹത്തരവുമായിരുന്നു. താങ്കൾ ദക്ഷിണ ഭാരതത്തെയും ഉത്തര ഭാരതത്തെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും ഏകോപിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ചടങ്ങിനെ നരേന്ദ്രമോദിജി രാഷ്ട്രീയവൽക്കരിച്ചു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇപ്പോഴവർ പറയുന്നത് രാമക്ഷേത്രത്തിൽ പോകും, പക്ഷേ തീയതി തീരുമാനിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തു. ഈ രീതിയിൽ രാമക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിച്ചതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഏറ്റവും ആദ്യം രാമക്ഷേത്രത്തെക്കുറിച്ച് ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത്, നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള വിദേശ അധിനിവേശങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കാലം ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കുകയും ചെയ്തിരുന്നു. നമ്മളെ അടിമകളാക്കി വെച്ചിട്ടാണെങ്കിലും ശരി, അവർ ഈ രാജ്യത്ത് പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഇവിടെ ആശുപത്രികളുണ്ടായിരുന്നു, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, സ്കൂളുകളുണ്ടായിരുന്നു, കോളേജുകളുണ്ടായിരുന്നു, റെയിൽവേ ഉണ്ടായിരുന്നു.
അതായത് രാജ്യം മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ വലിയ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? ആയിരക്കണക്കിന് ആളുകൾ ജീവൻ വെടിഞ്ഞത്, രക്തസാക്ഷികളായത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ കാലാപാനിയും തടവുകാരും ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടായിരുന്നു? അത് നമ്മുടെ സ്വാഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. നമ്മളെ അടിമകളാക്കിയാണ് അവർ ഈ രാജ്യം ഭരിച്ചിരുന്നത്. ആ സ്വാഭിമാനബോധം നേടിയെടുക്കുന്നതിനാണ് വലിയ വലിയ രക്തരൂഷിതമായ കലാപങ്ങളും വിപ്ലവങ്ങളും സമരങ്ങളും ഉണ്ടായത്. എത്രയെത്രയോ മഹാ നേതാക്കളും സാധാരണ ജനങ്ങളും ഈ രാജ്യത്ത് ജീവൻ വെടിഞ്ഞത്, നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് നമ്മുടെ സ്വാഭിമാനബോധം നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഏതാണ്ട് അതിന് തുല്യമായ രീതിയിൽ തന്നെയാണ് ഞാൻ അയോധ്യ രാമക്ഷേത്രത്തെ കാണുന്നത്. ഇത് ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിനാകെ മാതൃകയായിട്ടുള്ളൊരു സമീപനമാണ്. 500 വർഷം ഒരു വിഷയത്തിന് വേണ്ടി വ്യതിചലിക്കാതെ, ആയുധമെടുക്കാതെ, സമാധാനപരമായി, നിയമപരമായി എല്ലാ സംവിധാനങ്ങളോടും മത്സരിച്ച് നേടിയെടുത്ത ആ വിജയം ലോകത്തിനാകെ പ്രചോദനമാണ്. ഈ രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുന്നത്, അവർ ഈ രാജ്യത്തെ എല്ലാ മേഖലയിലും പെട്ട ആളുകളെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളെ, കലാരംഗത്തെയും കായിക രംഗത്തെയും എല്ലാ ആളുകളെയും അവർ ക്ഷണിച്ചിരുന്നു. എല്ലാവരും അവിടെ പങ്കെടുത്തിരുന്നു. അതെങ്ങനെയാണ് രാഷ്ട്രീയമായി മാറുന്നത്? രാഷ്ട്രപതിയെയും ക്ഷണിച്ചിരുന്നു, പ്രധാനമന്ത്രി നിലയിൽ എന്നെയും ക്ഷണിച്ചിരുന്നു. രാഷ്ട്രപതിക്ക് അത്രയും ആളുകൾ വരുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം അദ്ദേഹം ബോധ്യപ്പെടുത്തി മറ്റൊരു ദിവസം നിശ്ചയിച്ച് അദ്ദേഹം ആ ദിവസം അവിടെ വരികയും ചെയ്തു. ഒരു രാമഭക്തൻ എന്ന നിലയിൽ ഞാനവിടെ പോവുകയും ചെയ്തു. ഞാനവിടെ പോയത് അത്രയും മഹത്തായ ഒരു ചടങ്ങിൽ ഒരു സാക്ഷിയായിട്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ അവിടെ പ്രതിഷ്ഠ സ്ഥാപിക്കാൻ വേണ്ടി പോയ ആളല്ല. എനിക്കതിനുള്ള അവകാശവുമില്ല, അധികാരവുമില്ല, ഞാനതിന് യോഗ്യനുമല്ല. അതൊക്കെ ചെയ്തത് അവിടുത്തെ പൂജാരിമാരും പണ്ഡിത ശ്രേഷ്ഠന്മാരുമാണ്. ആ മഹത്തായ സംഭവത്തിൻ്റെ സാക്ഷിയായി എനിക്കവിടെ പോകാൻ അവസരം ലഭിച്ചത് എൻ്റെ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ട്രസ്റ്റിനെതിരെ നിയമവ്യവഹാരം നടത്തിയിരുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ പോലും അവർ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച് ആദരവ് നൽകി. സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തിയിരുന്ന ഇക്ബാൽ അൻസാരിയെ പ്രത്യേകമായി അവർ ക്ഷണിച്ചു. ഈ ഇക്ബാൽ അൻസാരി ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പങ്കെടുത്ത് അവിടെ വന്നിരുന്നു. വിശിഷ്ടാതിഥിയായി അദ്ദേഹത്തിന് ഈ ട്രസ്റ്റ് ആദരവ് നൽകി. അതാണ് ഭാരതത്തിൻ്റെ മഹത്വം. അദ്ദേഹം അവിടെ വന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ഒരു ഹിന്ദുവാണ്. ആ ഗൺമാന് അദ്ദേഹം അയോധ്യയിൽ നിന്ന് രാംലല്ലയുടെ ഒരു ചിത്രം സമ്മാനമായി നൽകി. അതാണ് ഞാൻ പറയുന്നത്. കാലങ്ങളോളം നിയമവ്യവഹാരം നടന്നു. അതിനൊരു പരിഹാരം സുപ്രീം കോടതി നിശ്ചയിച്ചു. അതിനുശേഷം എല്ലാവരും ഒന്നു ചേർന്ന് സമാധാനത്തോടു കൂടി വരും തലമുറയ്ക്ക് ഒരു നല്ല സന്ദേശം, അല്ലെങ്കിൽ ഈ ലോകത്തിന് ഒരു നല്ല സന്ദേശം നൽകാനാണ് ശ്രമിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റാണെങ്കിലും അതിനെതിരെ നിയമപോരാട്ടം നടത്തിയ ഇക്ബാൽ അൻസാരി ആണെങ്കിലും അവരെല്ലാം ഇത് അവസാനിപ്പിച്ച് ഒന്നു ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനമാണ് എടുത്തത്. ഞാൻ പറയുന്നത്, ആ ഇക്ബാൽ അൻസാരിയാണോ സെക്യുലർ, അതോ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ചിലരെ ഭയപ്പെട്ടുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും നേതാക്കളുമാണോ സെക്യുലർ? താങ്കൾ തന്നെ പറയൂ. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിനേക്കാൾ സെക്യുലർ ഇക്ബാൽ അൻസാരിയാണ്. അങ്ങനെ ഒരു സന്ദേശമല്ലേ ഭാരതം ലോകത്തിന് നൽകേണ്ടിയിരുന്നത്? അവിടെ രാഷ്ട്രീയം കളിച്ചത് കോൺഗ്രസ് അല്ലേ? ഈ രാജ്യവും ഈ രാജ്യത്തെ ആളുകളും ഇക്ബാൽ അൻസാരിയെയും കാണുന്നുണ്ട്, കോൺഗ്രസിനെയും കാണുന്നുണ്ട്. സമാധാനത്തോടുകൂടി ഈ രാജ്യം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതിയിൽ നിന്നും രാമക്ഷേത്രത്തിൻ്റെ വിധി വന്ന ദിവസം പോലും 500 വർഷത്തെ പോരാട്ടത്തിന് അവസാനം അവർക്ക് നീതി ലഭിച്ച ദിവസമാണ്. പക്ഷേ അതൊരിക്കലും ഒരു വലിയ ഉത്സവം പോലെ പടക്കം പൊട്ടിച്ച് ഈ രാജ്യമാകെ ആഘോഷിക്കാൻ ഹിന്ദു സമൂഹം തയ്യാറായില്ല. ഞങ്ങൾ വിജയിച്ചു, മറ്റവരെ തോൽപ്പിച്ചു, ആ രീതിയിലുള്ള ഒരു ബഹളത്തിനും അവർ പോയില്ല. കാരണം ഇതിനെതിരെ പോരാടിയവർക്കും വിഷമമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉത്സവം പോലെ ആ സമൂഹം അതിനെ ആഘോഷിച്ചില്ല. മാത്രമല്ല, അയോധ്യ വിധി വന്ന ദിവസവും ഞാനിത് പ്രത്യേകമായി പറഞ്ഞിരുന്നു. ഇത് ആരുടെയെങ്കിലും വിജയമോ പരാജയമോ അല്ല. ഇത് നമ്മളെല്ലാം ഒരുമിപ്പിക്കാനുള്ള ഒരു ദിവസമാണ്. അതിനെ ആ രീതിയിൽ കാണണമെന്ന് ഞാനും പറഞ്ഞിരുന്നു. അത് ഈ രാജ്യത്തെ ആളുകൾ അംഗീകരിച്ചതായാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് കാണുന്നത് എങ്ങനെയല്ല. അവർക്കെന്നും വേണ്ടത് ഇവിടെ ആളുകൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതാണ് അവരുടെ ചിന്ത. പ്രധാനമന്ത്രിജി, എൻ്റെ അടുത്ത ചോദ്യം എന്നത്, കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ പറയുന്നത് താങ്കൾ എപ്പോഴും ഈ 400 സീറ്റിൽ കൂടുതൽ വേണം എന്ന് ആഗ്രഹിച്ച് സംസാരിക്കുന്നത് 400 സീറ്റുകൾ ലഭിച്ചതിന് ശേഷം വേണം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനെന്നാണ് കോൺഗ്രസ് പറയുന്നത്. താങ്കൾ പലതവണ പറഞ്ഞു ആ രീതിയിലുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല എന്ന്.
ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഭരണഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല എന്ന് താങ്കൾ പലതവണയും പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് 400 സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ രാജ്യത്തെ ഭരണഘടനയിൽ ഹിന്ദുത്വത്തിന് അനുകൂലമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ്. അതിനെക്കുറിച്ച് താങ്കൾ കുറച്ച് വിശദമായി പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. തീർച്ചയായും അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞാൻ പറയാം. പക്ഷേ ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. 2019 മുതൽ 2024 വരെ ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ 2ാം ടൈം ഉണ്ടല്ലോ, ഈ 2ാം ടൈമിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ പാർലമെൻറ്റിൽ എനിക്ക് 400 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതായത് BJPക്കും NDAക്കും കൂടെ ചേർന്ന് 2019 തന്നെ, അതായത് ഏകദേശം 360 സീറ്റുകൾ ഞങ്ങൾക്ക് ഓൾറെഡി പാർലമെൻറ്റിലുണ്ട്. അതുകൂടാതെ ഞങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനത്തെയും പിന്തുണച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലെ YSRും ഒറീസയിലെ BJDയും പിന്നെ നോർത്ത് ഈസ്റ്റിലെ ചെറിയ പാർട്ടികളും ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 390 സീറ്റുകൾ പാർലമെൻറ്റിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ട്. അതായത് വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ആ രീതിയിൽ വരുത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്കതുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള അർഹത എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ജനവിധി ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ അതാണ് ഞാൻ പ്രവർത്തകരോട് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ 400 എന്നുള്ള ആശയം തന്നെ ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ജനങ്ങളാണ് പറഞ്ഞത് ഇത്തവണ നരേന്ദ്രമോദിക്ക് 400 കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാനതൊരു മുദ്രാവാക്യമായി ഏറ്റെടുത്ത് എൻ്റെ പ്രവർത്തകരോട് പറഞ്ഞത്. ഇനി ഭരണഘടനയുടെ കാര്യം പറയാം. ഞാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ഈ രാജ്യമാകെ ഭരണഘടനാ ദിവസം ആചരിക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തു. അതിനെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ഖാർഗെജി പാർലമെൻറ്റിൽ എതിർത്തു. ജനുവരി 26 ആചരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പ്രത്യേകമായൊരു ദിവസം എന്നവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഈ ഭരണഘടന ഈ രാജ്യത്തെ കുട്ടികൾ മഹാഭാരതവും രാമായണവും ഒക്കെ പഠിക്കുന്നത് പോലെ, വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ കുട്ടികളും കോളേജുകളും അതിനെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കണം, സംവാദങ്ങൾ സംഘടിപ്പിക്കണം, സെമിനാറുകൾ സംഘടിപ്പിക്കണം. ആ രീതിയിൽ അതിനുവേണ്ടി പ്രത്യേകമായി അങ്ങനെ ആചരിക്കണമെന്ന് തീരുമാനിച്ചു. എൻ്റെ സർക്കാർ അത് ആചരിക്കുകയും ചെയ്തു. ഇത് കേവലം ഞാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം മാത്രമുണ്ടായതല്ല കേട്ടോ. ഞാൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്തും നമ്മുടെ ഭരണഘടനയുടെ 60ാം വാർഷികം ദേശീയ തലത്തിൽ ആചരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്, അവരൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് ഭരണഘടന ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് ഞാൻ ഒരു വലിയ ചടങ്ങ് നടത്തിയിരുന്നു. ആ ആനയ്ക്ക് പിന്നിൽ ഞാൻ ചെരുപ്പിടാതെ നടന്നിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങളും വരും തലമുറയും കുട്ടികളും മനസ്സിലാക്കണം, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല, അതിനു മുകളിലാണ് ഭരണഘടന എന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതുമാത്രമല്ല, 2014ലും 2019ലും ഞാൻ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ കയറി പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഭരണഘടനയ്ക്ക് അർഹിക്കുന്ന ആദരവും പരിഗണനയും നൽകിയിട്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് തന്നെ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് എനിക്കുള്ള സമീപനം. ഇനി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ഇപ്പോൾ ഭരണഘടനയ്ക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഫിസിക്കലായും അതിൻ്റെ അന്തസത്തയുടെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ മൂല്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നശിപ്പിക്കുകയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്തിരുന്നത്. ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. ഈ ഭരണഘടന ആദ്യമായി ഈ രാജ്യത്ത് തയ്യാറാക്കിയപ്പോൾ നന്ദലാൽ ബോസ് എന്ന് പറയുന്നൊരു ചിത്രകാരൻ അതിൻ്റെ ആമുഖമായി നല്ല ഒരു ചിത്രമുണ്ടാക്കിയിരുന്നു. അതെന്ന് പറയുന്നത് വെറുമൊരു ചിത്രം മാത്രമായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ആ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും തനിമയുമൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതിന് വേണ്ടി, വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായി ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അതെന്ന് പറയുന്നത് വെറുമൊരു ചിത്രമായിരുന്നില്ല, അതൊരു വലിയ സന്ദേശമായിരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ പൂർവികരെക്കുറിച്ചുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ചയായിരുന്നു അത്. കോൺഗ്രസ് ഏറ്റവും ആദ്യം ചെയ്തത് ഈ ചിത്രം നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഭരണഘടന എന്ന പുസ്തകത്തോട് അവർ ചെയ്ത അനീതിയാണ് ഞാൻ ആദ്യം പറയുന്നത്. ആമുഖത്തിലെ ചിത്രമുണ്ടല്ലോ, ഇത് ഏറ്റവും ആദ്യം കോൺഗ്രസ് നീക്കം ചെയ്ത് കളഞ്ഞു. ഇനി ഭരണഘടനയുടെ അന്തസത്തയും ആത്മാവും ഇല്ലാതാക്കാൻ കോൺഗ്രസ് എന്തൊക്കെയാണ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ഏറ്റവും ആദ്യം ചെയ്ത കാര്യം എന്താണ്? ഭരണഘടനയിൽ ഏറ്റവും ആദ്യം വരുത്തിയ അമെൻമെൻറ്റ് എന്നത് ഭരണഘടന വിഭാവനം ചെയ്തിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അതിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് നെഹ്റു ഏറ്റവും ആദ്യം ചെയ്തത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് നെഹ്റു മുറിച്ചു കളഞ്ഞത്. ആ ആളുകളാണ് ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അതായത് ഭരണഘടനയുടെ ശരീരത്തെയും ആത്മാവിനെയും അവർ ഇല്ലാതാക്കി. ഇനിയും ചെയ്തിട്ടുണ്ട്, പറഞ്ഞുതരാം. ഭരണഘടനയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ ഫെഡറലിസം ആയിരുന്നു, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356നെ ദുരുപയോഗം ചെയ്ത് 100-ലധികം തവണയാണ് സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ കേന്ദ്ര സർക്കാർ അധികാരം ഉപയോഗിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചത്. എത്ര സംസ്ഥാന സർക്കാരുകളെയാണ് രാത്രിക്ക് രാത്രി ഒരു ദിവസം കൊണ്ട് പുറത്താക്കിയത്?
അതിനുശേഷമാണ് ഭരണഘടനയോട് ഏറ്റവും വലിയ ക്രൂരത ചെയ്തത്, അടിയന്തരാവസ്ഥ. എമർജൻസി കൊണ്ടുവന്ന് ഭരണഘടന എന്ന് പറയുന്ന മഹത് ഗ്രന്ഥത്തെ ചവറ്റുകുട്ടയിൽ കളയുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. അതിനുശേഷം ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തസ്സത്ത ഇല്ലാതാക്കാനുള്ള പ്രവൃത്തിയാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഇത്രയും കാലവും അവർ ഭരണത്തിലിരുന്നിട്ടും ചെയ്യാതിരുന്ന കാര്യമാണ് അവർ ഇപ്പോൾ ചെയ്യുമെന്ന് പറയുന്നത്, മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുവരുമെന്ന്. ഇപ്പോഴും ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ പോക്കറ്റടിക്കാർ 2-3 പേരായിരിക്കും ബസ്സിൽ കയറുക. അതിൽ ഒരാൾ പേഴ്സ് പോക്കറ്റടിച്ച് അവരുടെ പോക്കറ്റിൽ വെക്കും. എന്നിട്ട് അതേ ആൾ തന്നെ പറയും, അയ്യോ എൻ്റെ പോക്കറ്റടിച്ച് എന്ന് പറയും. അപ്പോൾ ഇതേ പോക്കറ്റടിക്കാരൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊരാൾ അതേ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടും. ബസ്സിലുള്ളവരെല്ലാം ഓടിയ പിന്നാലെ ഓടും. കൂട്ടത്തിൽ ഈ പേഴ്സ് നഷ്ടപ്പെട്ട ആളും ഓടും. യഥാർത്ഥത്തിൽ പോക്കറ്റ് അടിച്ച ആൾ ഈ പേഴ്സുമായി കടന്നു കളയുകയും ചെയ്യും. ഈ രീതിയിലാണ് കോൺഗ്രസ് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ പോക്കറ്റ് അടിക്കാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ല. പക്ഷേ ഈ രീതിയിലാണ് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മോദി ഏകാധിപതിയാണ്, BJP ഭരണഘടന മാറ്റാൻ പോവുകയാണ്, മോദി അങ്ങനെയാണ്, മോദി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തി ശരിക്കും ഈ ക്രൂരതകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ്. കാലങ്ങളായി ഇതേ കോൺഗ്രസ് തന്നെയാണ് ഭരണഘടനയെ ദ്രോഹിച്ചിട്ടുള്ളത്, ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ അന്തസ്സത്ത ഇല്ലാതാക്കിയതും അവർ തന്നെയാണ്. ഇനിയും അതിൽ എന്തെങ്കിലും മൂല്യം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും കോൺഗ്രസ്സുകാർ തന്നെയാണ്. മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുവന്ന് മുസ്ലിം അപ്പീസ്മെൻറ്റിന് വേണ്ടി ആ രീതിയിൽ ഇവിടെ വിഘടനവാദം കൊണ്ടുവന്ന് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സമാധാനമില്ലാതാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുവരിക എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് ഭാരതത്തിൽ ബാക്കിയുള്ള ആത്മാവിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്, ശവപ്പെട്ടിയിൽ അവസാന ആണിയടിക്കുന്നതിന് തുല്യമാണ്. മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ വിഘടിപ്പിച്ചവരാണ് കോൺഗ്രസ്. അതിൻ്റെ അപകടത്തിൽ നിന്ന് പോലും ഇത്രയും വർഷങ്ങളായിട്ടും ഭാരതം മുക്തമായിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ വിഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് അനുവദിക്കില്ല. മോദിജി, എനിക്ക് അടുത്ത ചോദിക്കാനുള്ളത്, സൗത്ത് ഏഷ്യയിലാകെ എല്ലാ രാജ്യങ്ങളും നടത്തിയൊരു പഠനപ്രകാരം ഒരു പുതിയ സർവേ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ സർവേയിൽ പറയുന്നത് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ വിഭാഗത്തിന് ശോഷണം സംഭവിച്ചത്, ജനസംഖ്യയിൽ കുറവ് സംഭവിച്ചത് ഇന്ത്യയിലാണെന്നാണ്. കഴിഞ്ഞ 80 വർഷത്തിൽ ഹിന്ദു പോപ്പുലേഷനിൽ 8% കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഓരോ 10 വർഷം കൂടുന്തോറും 1% ഹിന്ദു പോപ്പുലേഷൻ ഭാരതത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ഈ രാജ്യത്താകെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭാരതത്തിൽ മുസ്ലിങ്ങൾക്കാണ് ജീവിക്കാൻ പറ്റാത്തത്, മുസ്ലിങ്ങളാണ് അപകടത്തിൽ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത് ശരിക്കും താങ്കളെ ആക്രമിക്കുന്നതിന് മാത്രമല്ല, അതായത് താങ്കളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായും മുസ്ലിം രാജ്യങ്ങളുമായും വളരെ നല്ല ബന്ധമാണ് പുലർത്തുന്നത്. ആ ബന്ധം കൂടി ഇല്ലാതാക്കാൻ ഈ രീതിയിലുള്ള ചർച്ചകൾ ഉപകരിക്കില്ലേ? തീർച്ചയായും അർണബ് ജി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. എനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന ഭാരതീയർക്കുമാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്നത്. ഒന്നുകിൽ അവർ ഇതൊന്നും മനസ്സിലാക്കാതെ പറയുകയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന വിധം ചർച്ചകൾ ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പറഞ്ഞ റിപ്പോർട്ട് ഞാനും ശ്രദ്ധിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1950 മുതൽ 2015 വരെ ഈ ലോകത്തിലാകെ 170 രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സർവേ ആയിരുന്നു. ഏത് രാജ്യത്താണ് ന്യൂനപക്ഷം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, ഇല്ലാതാകുന്നത്, ആക്രമിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സർവേ ആയിരുന്നു. താങ്കൾ പറഞ്ഞ ഈ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും എല്ലാം ന്യൂനപക്ഷത്തിൻ്റെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞു. പക്ഷേ ആ സർവേ പ്രകാരം ഭാരതത്തിൽ 43% വർധനമാണ് ന്യൂനപക്ഷ വിഭാഗത്തിനുണ്ടായിരിക്കുന്നത്. അത് ലോകത്തിലെ ഈ 170 രാജ്യങ്ങൾ നോക്കിയാൽ ഭാരതത്തിലാണ് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രാജ്യം ഈ 170 രാജ്യങ്ങളിൽ ഭാരതമാണ്. അവിടെയാണ് ഭാരതത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗം 8% 1950 നിന്നും 2015 വരെ കുറഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത്. 8% ഭൂരിപക്ഷ ജനവിഭാഗത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ലോകം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എല്ലാവർക്കും എല്ലാം വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഈ സർവേ പ്രകാരം ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായി ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന രാജ്യം ഭാരതമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ നുണകൾ പറഞ്ഞ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പം ഈ രാജ്യത്തുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഈ രാജ്യം കാലങ്ങളോളം ഭരിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ നരേറ്റീവ് ലോകമാകെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും ജനങ്ങൾ മനസ്സിലാക്കണം. ഭാരതം ഏതാണ്ട് പൂർണ്ണമായും ഹിന്ദു രാജ്യമായിരുന്ന കാലത്ത് പോലും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ മറ്റുള്ളവരെ ആക്രമിച്ച് അവരുടെ ഭൂമി സ്വന്തമാക്കാനോ ഒരു തരത്തിലും മറ്റേതെങ്കിലും രാജ്യത്തെ കീഴ്പ്പെടുത്താനോ ആക്രമിക്കാനോ നശിപ്പിക്കാനോ കൊള്ളയടിക്കാനോ ശ്രമിച്ചിട്ടില്ല. ലോകം മനസ്സിലാക്കേണ്ട കാര്യം, ഈ രീതിയിൽ ഹിന്ദു ജനസംഖ്യയിൽ കുറവുണ്ടായാൽ ഭാരതത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരം അത് ഇല്ലാതായാൽ ലോകത്തിന് തന്നെയാണ് ദോഷമുണ്ടാകുന്നത്. അതാണ് ലോകം മനസ്സിലാക്കേണ്ടത്. ആരെയും ശത്രുക്കളായി കാണാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് വസുധൈവ കുടുംബകം എന്ന സങ്കല്പത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹം, ആ ഭാരതീയരുടെ സംസ്കാരവും പാരമ്പര്യവും അവരുടെ അസ്തിത്വമായ ഹിന്ദുത്വവും ഇല്ലാതായാൽ ഈ ലോകത്തിന് തന്നെയാണ് അപകടമെന്ന് ലോകമാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ലോകമാകെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഭാരതം നിലനിൽക്കേണ്ടത് ലോക സമാധാനത്തിന് അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ വരുന്ന ചർച്ച എന്ന് പറയുന്നത് ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള തെറ്റായ നരേറ്റീവുകളാണ്. ഭാരതം ഈ രീതിയിൽ അതിൻ്റെ ആത്മാവോടുകൂടി നിലനിൽക്കേണ്ടത് ലോക സമാധാനത്തിൻ്റെ ആവശ്യമാണ്. ഈ രാജ്യത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു മറുപടിയാണ് താങ്കൾ പറഞ്ഞത്. പ്രധാനമന്ത്രിജി, എനിക്ക് താങ്കളോട് അടുത്തതായി ചോദിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ യുവാക്കളുടെ ചിന്താഗതിയെക്കുറിച്ചിട്ടാണ്. ആകെ ജനസംഖ്യയുടെ 50% 25 വയസ്സിൽ താഴെയുള്ള യുവാക്കളാണ്. അതായത് അവരൊക്കെ ഒരുപക്ഷെ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നവരാകാം. ജനിച്ചപ്പോൾ മുതൽ മൊബൈൽ ഫോൺ കാണുന്ന തലമുറയാണത്. അവർ കേൾക്കുന്നത് പല പ്രതിപക്ഷ നേതാക്കളും പറയുന്നത്, ഈ രാജ്യം പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ആയിരുന്നു, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, അതിൽ മോദി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ആര് വന്നാലും രാജ്യം വളർന്നുകൊണ്ടേയിരിക്കും, ആര് ഭരിച്ചാലും ആര് ഭരിച്ചില്ലെങ്കിലും ഈ രാജ്യം മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് 20 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യ എന്തായിരുന്നു എന്ന് അറിയില്ല. താങ്കളാണെങ്കിൽ വിഷൻ 2047 കുറിച്ച് പറയുന്നു, ഗഗൻയാനിനെ കുറിച്ച് പറയുന്നു, ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് പറയുന്നു, അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ 20 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ച് അറിയാത്ത ഈ ചെറുപ്പക്കാർ ഏതെങ്കിലും രീതിയിൽ താങ്കൾക്ക് ഒരു ബാധ്യതയായി മാറുമോ? ഭാരതത്തിൻ്റെ വളർച്ച സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ കാര്യമെന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ലോകത്ത് ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലെ സ്ഥാനം 6ാമതായിരുന്നു. ഇവരീ പറയുന്ന മഹാനുഭാവന്മാരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഭരിച്ച് എൻ്റെ കയ്യിൽ രാജ്യഭരണം കിട്ടുമ്പോൾ ലോകത്ത് സാമ്പത്തിക വ്യവസ്ഥയിൽ ഭാരതത്തിൻ്റെ സ്ഥാനം 11ാമതാണ്. അതായത് 6ൽ നിന്ന് 11ലേക്ക് വീണു. ഞാൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2024 നിൽക്കുമ്പോൾ 11ൽ നിന്ന് 5ലേക്ക് ഉയർന്നു. ഇവരീ പറയുന്നത് പോലെ ഭാരതത്തിൻ്റെ വളർച്ച സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെങ്കിൽ 11ൽ നിന്ന് 5ലേക്ക് വന്നത് സ്വാഭാവികമായി സംഭവിച്ചതാണെങ്കിൽ ഇവരുടെ കാലത്ത്, ഇവരുടെ ഭരണകാലത്ത് എങ്ങനെയാണ് 6ൽ നിന്ന് 11ലേക്ക് പോയത്? സ്വാഭാവികമായി രാജ്യം വളരുകയാണെങ്കിൽ 6ൽ നിന്ന് കുറഞ്ഞത് 5ലേക്കല്ലേ ആവേണ്ടത്? എങ്ങനെയാണ് 6ൽ നിന്ന് 11ലേക്ക് താണുപോയത്? ഞാനും എൻ്റെ സർക്കാരും നിശ്ചയദാർഢ്യത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനങ്ങളെടുത്ത് വളരെ ഫാസ്റ്റായി മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് 10 വർഷം കൊണ്ട് 11ാം സ്ഥാനത്ത് നിന്ന് രാജ്യത്തെ 5ാം സ്ഥാനത്തിലെത്തിക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, വളരെ മിടുക്കന്മാരെന്ന് പറയുന്ന പല ധനമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്ന 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ധനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞത്, അവരുടെ പ്രത്യേകമായ പദ്ധതികൾ കാരണം 2043 ഇന്ത്യ ലോകത്ത് 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ്. ഞാൻ പറയുന്നത്, എൻ്റെ 3ാമത്തെ ടേമിൽ 3ാമത്തെ വർഷം 2028 രാജ്യം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ്. അതായത് കോൺഗ്രസ് ആണ് രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ, ഞാൻ പറയുന്നു അർണാബിൻ്റെ മകൻ്റെ കാലത്ത് പോലും രാജ്യം ലോകത്ത് 3ാമത്തെ സാമ്പത്തിക ശക്തി ആവുമായിരുന്നില്ല. അതായത് കോൺഗ്രസ് കണ്ട സ്വപ്നത്തെക്കാൾ 15 വർഷം മുൻപെയാണ് ഞാൻ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. താങ്കൾ പറഞ്ഞത് വളരെ ശരിയായ കാര്യം തന്നെയാണ്. ഇന്ന് ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക്, വളരെ ചെറുപ്പക്കാർക്ക് 10 വർഷത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യ എന്തായിരുന്നു എന്ന് അറിയില്ല. എല്ലാ ദിവസവും ഭീകരാക്രമണങ്ങൾ, ബോംബാക്രമണങ്ങൾ, പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ അഴിമതിയുടെ കഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ട്രെയിനിൽ ബോംബ് ഭീഷണി, വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. അങ്ങനെയുള്ള കാലത്തുനിന്ന് രാജ്യം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. ഇന്ന് അങ്ങനെയുള്ള വാർത്തയൊന്നും കേൾക്കാൻ പോലുമില്ല. പക്ഷേ തീർച്ചയാണ് 2012, 2011 സമയത്ത് 8ഉം 9ഉം വയസ്സുള്ള കുട്ടികളാണ് ഇന്നത്തെ ഫസ്റ്റ് ടൈം വോട്ടർമാർ എന്ന് പറയുന്നത്. അവർ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ പത്രം വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് ഇന്ന് ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. ലോകവുമായി ഭാരതത്തെ താരതമ്യം ചെയ്തുകൊണ്ട് ഭാരതം എവിടെ നിൽക്കുന്നു, ഭാരതത്തിന് എത്രത്തോളം റെസ്പെക്റ്റ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നൊക്കെ
നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ ആശങ്കയൊന്നുമില്ല. തീർച്ചയായും ഈ രാജ്യത്തെ യുവാക്കളും എന്നെയും എൻ്റെ സർക്കാരിനെയും നന്നായി തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ താങ്കൾ ബുള്ളറ്റ് ട്രെയിനിനെക്കുറിച്ചും ഗഗൻയാനിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അതുമാത്രമല്ല വിമാനത്താവളങ്ങളുടെ കാര്യം തന്നെ നോക്കിയാൽ ഞാൻ വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലധികം വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. പ്രൈവറ്റ് ഫ്ലൈറ്റുകളടക്കം ഏതാണ്ട് 500-600 വിമാനങ്ങളാണ് ഭാരതത്തിൽ ആകെ ഉണ്ടായിരുന്നത്. കേവലം ഒരു കമ്പനി മാത്രം 1100 വിമാനങ്ങൾക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. മോദിജി, എൻ്റെ കയ്യിലുള്ളൊരു കണക്ക് ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. നമ്മുടെ രാജ്യം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് താങ്കൾ പറയുന്നത് 2028 ഒരു പഠനം പറയുന്നത് ലോകത്ത് ആകെയുള്ള ഗ്ലോബൽ എയർ ട്രാഫിക്കിൻ്റെ 50% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്നാണ്. അതായത് ലോകമാകെ നോക്കിയാൽ ഒരു സമയം പറന്നുയരുന്ന 2 വിമാനങ്ങളിൽ ഒരെണ്ണം ടേക്ക് ഓഫ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന്. അർണബ്ജി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന് കുറഞ്ഞത് 300 എയർപോർട്ടുകൾ വേണം. ആ രീതിയിൽ വളരെ വേഗതയിലാണ് നമ്മൾ വിമാനത്താവളങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരുമ്പോൾ വെറും 70 വിമാനത്താവളം ഉണ്ടായിരുന്നത് ഇപ്പോൾ 210 വിമാനത്താവളങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ 3ാം ടൈമിൽ രാജ്യത്ത് വളരെ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. G20 തന്നെ ഞാൻ എല്ലാ രാജ്യതലവന്മാരെയും വിളിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ 200 സ്ഥലങ്ങളിൽ പ്രത്യേകം യോഗങ്ങൾ സംഘടിപ്പിച്ചത് എൻ്റെ എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ചും ലോകമാകെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിൻ്റെ ഒരു വലിയ ഹബ്ബായി വരുന്ന 5 വർഷത്തിൽ ഭാരതം മാറാൻ പോവുകയാണ്. അതിന് വിമാനത്താവളങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട്, വിമാന സർവീസുകൾ വർദ്ധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം തൊഴിലവസരങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉണ്ടാകാൻ പോവുകയാണ്. ടൂറിസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും, ഞാനൊരു വ്യക്തമായ ഫൗണ്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അന്താരാഷ്ട്ര ടൂറിസവും ആഭ്യന്തര ടൂറിസവും ഒരുപോലെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏവിയേഷൻ സെക്ടറിൽ നിന്ന് മാത്രം 1100 പുതിയ വിമാനങ്ങൾ വരാൻ പോകുന്നു. അതിന് പൈലറ്റ്മാർ വേണം, ക്യാബിൻ ക്രൂ വേണം, ഗ്രൗണ്ട് സ്റ്റാഫ് വേണം, മെയിൻ്റനൻസിന് ആൾക്കാർ വേണം. ഇവിടുത്തെ കച്ചവട രംഗം, ഇവിടുത്തെ ഹോട്ടൽ വ്യവസായം വരുന്ന 5 വർഷത്തിൽ ടൂറിസം രംഗത്ത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ഭാരതം വളരാൻ പോകുന്നത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. മുൻപ് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ ഒരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ കഴിയില്ലായിരുന്നു. കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് തന്നെ, ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ ആകാനും എഞ്ചിനീയർ ആകാനും കഴിയില്ല എന്നൊരു ചിന്താഗതി ആൾക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറ്റില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ആളുകൾക്ക് മാത്രമേ ഡോക്ടറാകാൻ കഴിയുള്ളൂ. ഞാൻ തീരുമാനമെടുത്തു, ഈ രാജ്യത്ത് നീറ്റ് പരീക്ഷ പ്രാദേശിക ഭാഷകളിൽ കൂടി നടത്തണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാത്ത സാധാരണ കുട്ടികളും മിടുക്കന്മാരായ ആളുകൾക്ക് ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും കഴിയുന്നുണ്ട്. ഇതുമാത്രമല്ല, 2029 ലോക യൂത്ത് ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. 2036 ലോക ഒളിമ്പിക്സ് മത്സരങ്ങൾ ഇന്ത്യയിൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വെറും ആഗ്രഹം മാത്രമല്ല, ഭാരതം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് രാജ്യത്തെ എല്ലാ ചെറിയ കുട്ടികൾക്ക് വരെ അതവർ അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. മുൻപ് സ്കൂൾ കുട്ടികളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു G20 സമ്മിറ്റ് എന്തായിരുന്നു എന്ന്? ഇന്ന് സ്കൂൾ കുട്ടികൾ പോലും, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും G20 സമ്മിറ്റിനെ കുറിച്ച് അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നു. ആ ഒരു കാലമാണ് ഇപ്പോഴുള്ളത്. എനിക്കെൻ്റെ തീസര ടൈമിനെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷയാണുള്ളത്, വളരെ വലിയ വിശ്വാസമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 10 വർഷം കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്ന്. ഈ 10 വർഷത്തെ എൻ്റെ അനുഭവ പരിചയം കൊണ്ട് അടുത്ത 5 വർഷം ഞാൻ വളരെ വേഗതയിലാണ് രാജ്യത്തെ മാറ്റാൻ പോകുന്നത്. 22നും 30നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് വരുന്ന 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്നത്. ഞാൻ അവരെ ലക്ഷ്യം വെച്ചാണ് ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, 2047 ഭാരതത്തെ ലോകത്ത് ഒന്നാമെത്തിക്കുന്ന ഒരു ലക്ഷ്യത്തോടുകൂടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ വനിതകളെയും കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. അവർക്ക് വരുമാന മാർഗം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ യുവതികളും അവർക്കും വളരെ അനുകൂലമായ കാലമാണ് വരാൻ പോകുന്നത്. മോദിജി, തീർച്ചയായും താങ്കളുടെ നേതൃത്വത്തിൽ രാജ്യം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ എങ്കിലും പ്രതിപക്ഷം താങ്കളെക്കുറിച്ച് വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് റിഫോം, പെർഫോം, ട്രാൻസ്ഫോം. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കി ഒന്ന് പറയാൻ കഴിയുമോ? കാരണം പ്രതിപക്ഷം പറയുന്നത് അത് വെറും മോദിയുടെ മുദ്രാവാക്യം മാത്രമാണ്, പ്രവൃത്തിയിലൊന്നുമില്ല എന്നാണ്. എന്താണ് താങ്കൾ ഈ മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ. തീർച്ചയായും ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി ഈ സ്ഥാനത്തേക്ക് വന്നിരുന്ന ആളല്ല. എന്ത് കാര്യം പറയുന്നതിന് പിന്നിലും കൃത്യമായ ആലോചനയുടെ കൂടിയും പദ്ധതികൾ തയ്യാറാക്കിയുമാണ് ഞാൻ ഓരോ കാര്യവും സംസാരിക്കുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന റിഫോം എന്ന് പറയുന്ന പ്രക്രിയയുണ്ടല്ലോ, ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതാണ്. അതായത് ഭരണാധികാരികൾ എടുക്കേണ്ട തീരുമാനമാണ് റിഫോം എന്ന് പറയുന്നത്. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനു വേണ്ടി കഠിനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. ദീർഘവീക്ഷണത്തോടു കൂടി ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന
വലിയ മാറ്റത്തിനുള്ള തീരുമാനമാണ് റിഫോം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. പെർഫോം എന്ന് പറയുന്നത് ഈ ഭരണാധികാരികൾ കൊണ്ടുവരുന്ന റിഫോമുകൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനാണ്, ബ്യൂറോക്രാറ്റുകൾക്കാണ്. പെർഫോം എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. യാതൊരു തരത്തിലുള്ള അഴിമതിയും കാണിക്കാതെ അവരുടെ പരമാവധി ശേഷി ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അവർ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പെർഫോം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ രാജ്യത്തിനാണ് മാറ്റമുണ്ടാകുന്നത്. അതാണ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് രാജ്യത്തിനുണ്ടാകേണ്ട മാറ്റമാണ്. അതിന് ജനങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതായത് ഒരു ഭരണാധികാരി എത്ര കഠിനമായ തീരുമാനങ്ങൾ രാജ്യത്തിന് വേണ്ടി റിഫോം എന്ന പ്രക്രിയയുടെ ഭാഗമായി എടുത്താലും, ഉദ്യോഗസ്ഥ വൃന്ദം കഠിനാധ്വാനം ചെയ്ത് പെർഫോം എന്ന കാറ്റഗറി പൂർത്തിയാക്കിയാലും ജനങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ ട്രാൻസ്ഫോം സംഭവിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ ആ സ്വച്ഛ ഭാരത് അഭിയാന് വേണ്ടി ജനങ്ങളുടെ സഹകരണമാണ്. ഇത് മൂന്നും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഞാനത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കുറച്ചുകൂടി വിശദമാക്കി പറയാം. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇപ്പോൾ ഞാൻ നശിപ്പിക്കുകയാണ് എന്നാണല്ലോ പറയുന്നത്. അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ 60 വർഷത്തിൽ ശരിക്കും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഡയറക്ടർ ബോർഡിലും ഒക്കെയുള്ള രാഷ്ട്രീയക്കാർ അവർക്ക് ഹോട്ടൽ ബുക്ക് ചെയ്ത് താമസിക്കാനും ടൂർ നടത്താനും വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെയാണ് പണം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു രീതിയിലും അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ സ്ഥാപനങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ നഷ്ടത്തിലായിരുന്നു, നശിച്ചു പോയിരുന്നു. 2009 CAG റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്തെ 68 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഷ്ടത്തിലാക്കി അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മിസ്മാനേജ്മെൻറ്റ് മാത്രമാണെന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. 60 വർഷം കൊണ്ട് 68 കമ്പനികൾ പൂർണ്ണമായി നശിച്ചു പോയിരിക്കുന്നു. ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിൽ എങ്ങനെ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ ആലോചിച്ചു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പൊതുമേഖലാ ബാങ്കുകളെയും ചർച്ചയ്ക്ക് വിളിച്ചു. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാകാൻ അനുവദിക്കാൻ പാടില്ല. അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ആശയവും നിർദ്ദേശവും സപ്പോർട്ടും ഈ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുകയും വേണം. ഞാൻ വരുന്നതിന് മുമ്പ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ഗവൺമെൻറ് മൊബൈൽ ഫോൺ കൊടുക്കും, വാഹനങ്ങൾ കൊടുക്കും. അവർ ഒരു മൊബൈൽ വേണ്ടെടുത്ത് 3 മൊബൈൽ വാങ്ങിച്ച് അവരുടെ വീട്ടിലുള്ള ആൾക്ക് കൊടുക്കും. ഒരു കാർ വാങ്ങേണ്ടടുത്ത് 3 കാറുകൾ വാങ്ങി അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു. അവർക്ക് വേണ്ടത് അവർ ചെയ്ത് കൊള്ളയടിച്ച് ഈ സ്ഥാപനത്തെ പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു കോൺഗ്രസിൻ്റെ കാലത്ത്. ഞാൻ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ശരിക്കും വലിയ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ പ്രധാനമായും ഞാൻ കമ്പനികളോട് പറഞ്ഞത് ഈ കാര്യമാണ്. ഈ കമ്പനികളിൽ ഷെയർ എടുത്തിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ലാഭം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെർഫോമൻസ് നന്നായേ പറ്റൂ, കമ്പനികൾ മുന്നോട്ട് പോയേ പറ്റൂ. അതിനുവേണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്തു തരണം അത് നിങ്ങൾ പറയൂ, അത് കൃത്യമായി ഞങ്ങൾ ചെയ്തു തരാം. ആ രീതിയിൽ എല്ലാ കാര്യത്തിലും എൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയട്ടെ. 2014 വരെ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഗ്രോസ് റവന്യൂ എന്നത് 20 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 2014 വരെ 20 ലക്ഷം കോടി രൂപയായിരുന്നു നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഗ്രോസ് റവന്യൂ എന്നത്. ഇന്ന് 2024 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഗ്രോസ് റവന്യൂ എന്ന് പറയുന്നത് 38 ലക്ഷം കോടി രൂപയാണ്. ഇനി നെറ്റ്വർത്ത് നോക്കിയാൽ 2014 വരെ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നെറ്റ്വർത്ത് എന്നത് 9 ലക്ഷം കോടി രൂപയായിരുന്നെങ്കിൽ 2024 കണക്ക് നോക്കിയാൽ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നെറ്റ്വർത്ത് എന്നത് 18 ലക്ഷം കോടി രൂപയാണ്. 18 ലക്ഷം കോടി രൂപ. അതാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിൻ്റെ ഇടപെടൽ കാരണം ഒരു സംവിധാനത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 2009 മുതൽ 2014 വരെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ വാല്യൂ ഉണ്ടല്ലോ, ഓഹരി മാർക്കറ്റിലെ വില 6% താഴെയായിരുന്നു. ഇന്നത് ഇരട്ടിയിലധികം വളർച്ചയിലാണ് കാണിക്കുന്നത്. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ കാര്യം നോക്കിയാൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവിടെ നടന്നിരുന്നത് ഫോൺ ബാങ്കിങ് ആയിരുന്നു. അറിയാമല്ലോ, ഫോൺ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകൾ ഫോൺ വിളിച്ച് പറയും, അവരുടെ ഇഷ്ടക്കാർക്ക് ലോൺ കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നു. 2008 രാജ്യത്തെ ബാങ്കുകളെ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത്. ലോകത്ത് തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ബാങ്കിങ് സംവിധാനം തകർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രാജ്യം തന്നെ തകർന്നു എന്നാണ്. പിന്നീട് ആ രാജ്യത്തേക്ക് ആരും വിദേശ നിക്ഷേപങ്ങൾ അയക്കില്ല, ആ രാജ്യത്ത് ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിങ്ങിലെ വിശ്വാസ്യത ഏറ്റവും പ്രധാനമാണ്. 2014 ഇതിൻ്റെ ദൂഷ്യഫലം ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. രാജ്യത്തെ 21 പൊതുമേഖലാ ബാങ്കുകളിൽ 11 എണ്ണവും റിസർവ് ബാങ്ക് അങ്ങോട്ട് സഹായം നൽകിയാണ് 11 ബാങ്കുകൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത്.
ആ ബാങ്കുകളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ബാങ്കുകളുടെ ഏകോപനവും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. സർക്കാരിൻ്റെ പണം കൂടുതലും ഞങ്ങൾ ഇത്തരം പൊതുമേഖലാ ബാങ്കുകളിൽ നിക്ഷേപിച്ച് നശിച്ചുകൊണ്ടിരുന്ന ബാങ്കുകളെ ഞങ്ങൾ പുനരുജ്ജീവിപ്പിച്ചു. ഇന്ന് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം എന്ന് പറയുന്നത് 1,00,000 കോടി രൂപയാണ്. അതായത് ഞാൻ പറയുന്നത് ഈ ബാങ്കുകൾ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന പ്രോഫിറ്റിലാണ് എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഈ രാജ്യത്തെ ബാങ്കുകൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ബാങ്കുകളുടെ കിട്ടാക്കടം വളരെ വ്യാപകമായി കുറഞ്ഞിരിക്കുന്നു. UPA സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് ആളുകളാണ് ലോൺ എടുത്ത് തിരിച്ച് ബാങ്കുകൾ അടയ്ക്കാതെ രാജ്യം വിട്ടുപോയത്. എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഒരാളും രാജ്യം വിട്ടു പോയിട്ടില്ലെന്ന് മാത്രമല്ല, രാജ്യം വിട്ടുപോയ ആളുകളുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്ത് ബാങ്കിന് തിരികെ കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ഈ ബാങ്കിങ് സെക്ടറിൻ്റെ കാര്യവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യവും മാത്രം എടുത്താൽ മതി. നമ്മൾ മുമ്പ് സംസാരിച്ച റിഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്ന് പറയുന്ന എൻ്റെ മുദ്രാവാക്യത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നതിൻ്റെ ഉദാഹരണമാണത്. തീർച്ചയായും പ്രധാനമന്ത്രിജി, താങ്കൾ പറഞ്ഞ ഈ കണക്കുകൾ ഈ രാജ്യത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു മറുപടിയാണ് താങ്കൾ പറഞ്ഞത്. പ്രധാനമന്ത്രിജി, എൻ്റെ അടുത്ത ചോദ്യം വന്നത്, താങ്കൾ ആദ്യമായി പ്രധാനമന്ത്രിയായി വരുന്ന കാലത്ത് താങ്കൾക്ക് 10-14 വർഷം മുഖ്യമന്ത്രിയായിരുന്ന എക്സ്പീരിയൻസ് ഉണ്ട് എന്നെല്ലാവരും പറയുമ്പോഴും താങ്കൾക്ക് ആഗോളതലത്തിൽ വിദേശ ഡിപ്ലോമസിയിൽ അനുഭവപരിചയമില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ആ രംഗത്ത് പരാജയപ്പെടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ താങ്കൾ ഇന്ന് ഒരു ആഗോള നേതാവായി മാറിയിരിക്കുന്നു. തീർച്ചയായും ഇന്ന് ഭാരതത്തിൻ്റെ വാക്കുകൾക്കും നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കും ലോകം വില കൽപ്പിക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഭാരതം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2028 നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തി ആകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ശത്രുക്കൾ കൂടുകയല്ലേ ഉണ്ടാവുക. അമേരിക്കയും ചൈനയും റഷ്യയും ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ തന്നെ ഇനിയും മുന്നോട്ടും നമ്മളോട് പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ? അവർ നമ്മളെ ഒരു മത്സരബുദ്ധിയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഉലച്ചിലുകൾ ഉണ്ടാകുമോ? ഇനി വരാൻ പോകുന്ന കാലത്ത് ഉറപ്പായും ശീതസമരങ്ങൾ കൂടാൻ പോവുകയാണ്. റഷ്യയും അമേരിക്കയും ചൈനയും ഒക്കെ ഓരോ പക്ഷത്തു നിന്നുള്ള മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. തീർച്ചയായും താങ്കൾ റഷ്യയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതിൽ അമേരിക്കയ്ക്ക് എതിർപ്പുണ്ടാകും. താങ്കൾ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ് രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ചൈനയോട് ശത്രുത ഉണ്ടാവും. ഇനിയുള്ള കാലത്ത് ഭാരതം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേരിയുടെ പക്ഷം പിടിക്കേണ്ടി വരുമോ? എന്താണ് താങ്കൾ ഇതിനെക്കുറിച്ച് കരുതുന്നത്? എനിക്ക് വിദേശകാര്യരംഗത്ത് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പൊഖ്രാൻ അണുവിസ്ഫോടന പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചില ഉപരോധങ്ങളുമൊക്കെ. ആ കാലത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വാജ്പേയിയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി, ഒരു ശക്തി സിൻഹ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ നരേന്ദ്രമോദിയുടെ ഇടപെടലിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്, ഭാരതത്തിൻ്റെ വിദേശകാര്യ ബന്ധത്തിൽ നമ്മൾ തുടർന്നു പോന്നിരുന്ന ഒരു രീതിയുണ്ട്. ആ രാജ്യത്തോട് ഇത്ര അകലം പാലിക്കുക, ഈ രാജ്യത്തെ ഇത്ര അകലത്തിൽ നിർത്തുക. ആ ഒരു രീതിയാണ് നമ്മൾ തുടർന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് ഭാരതം ആരുടെയും പക്ഷം പിടിക്കാതെ രണ്ടുപേരും തമ്മിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുക. ഇതായിരുന്നു ഭാരതം കാലങ്ങളായി തുടർന്നു പോന്നിരുന്ന രീതി. ഞാനതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആ രാജ്യത്തെ അത്രയും ദൂരത്തിൽ നിർത്തുക എന്നുള്ളതല്ല, ആ രാജ്യത്തെയും കൂടി എത്രയും അടുപ്പിക്കാമോ അതുപോലെ തന്നെ അവർ ശത്രുവായി കാണുന്ന രാജ്യത്തെയും എത്രയും ഭാരതത്തിലേക്ക് അടുപ്പിക്കാമോ. അതായത് മുൻപ് ഭാരതത്തിനുണ്ടായിരുന്ന രീതി എല്ലാ രാജ്യങ്ങളോടും ഒരു അകലം പാലിക്കണം എന്നായിരുന്നെങ്കിൽ, എൻ്റെ രീതി എന്നത് എല്ലാ രാജ്യങ്ങളോടും പരമാവധി അടുപ്പം കാണിച്ച് ഭാരതത്തിന് നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ കൊണ്ടുവന്ന ഈ ഒരു തന്ത്രം കാരണം ഏതെങ്കിലും ഒരു രാജ്യം ഭാരതത്തോട് കൂടുതൽ അടുപ്പം കാണിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ശത്രുരാജ്യം കൂടി ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ശത്രുരാജ്യം ഭാരതത്തോട് ഇത്രയും അടുപ്പം കാണിക്കുന്നു, അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ അടുപ്പം എനിക്ക് ഭാരതത്തോട് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഭാരതത്തോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങി. അതായത് ഭാരതത്തിൻ്റെ സൗഹൃദം എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ് എന്ന തലത്തിലേക്ക് രീതികൾ മാറി. എൻ്റെ ഭരണകാലത്ത് ഭാരതം ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ തലസ്ഥാനമായി ഭാരതത്തിന് മാറിക്കൂടാ? സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒരു സെൻറ്ററായി നമ്മുടെ കൊൽക്കത്ത അല്ലെങ്കിൽ ഗുവാഹത്തിക്ക് മാറാൻ കഴിയും. ആ രീതിയിലേക്കാണ് എൻ്റെ ചിന്താഗതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഭാരതം എത്രത്തോളം ശക്തമാകുന്നോ അതുകൊണ്ട് ലോകത്തിന് യാതൊരു ദോഷവുമില്ല എന്ന് എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം ഭാരതം ശക്തരായിരിക്കുന്നോ അത്രത്തോളം ലോകത്ത് സമാധാനം വരികയുള്ളൂ. കാരണം ഭാരതത്തിന് എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടായതുകൊണ്ട് തന്നെ ആരൊക്കെ തമ്മിൽ പ്രശ്നമുണ്ടായാലും അവിടെ ഇടപെട്ട് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതം കൂടുതൽ ശക്തമാകുന്നതുകൊണ്ട്
ലോകത്തിന് നല്ലത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഭാരതത്തിൽ നടക്കുന്ന ഓരോ വികസനവും ലോകത്തിൻ്റെ കൂടി വളർച്ചയാണ്. ഇപ്പോൾ ഞാൻ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് 34% ആളുകൾക്ക് മാത്രം ടോയ്ലറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 100% ആളുകൾക്കും ഈ രാജ്യത്ത് ടോയ്ലറ്റ് ഉണ്ട്. 12 കോടി ആളുകൾക്ക് നമ്മൾ ടോയ്ലറ്റ് നിർമ്മിച്ച് നൽകുമ്പോൾ ലോകത്തിലാകെ 12 കോടി ആളുകൾക്ക് കൂടി ടോയ്ലറ്റ് ലഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആഗോളതലത്തിൽ കണക്കെടുക്കുമ്പോൾ ലോകത്തിലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാരതം സോളാർ അലയൻസിനെ കുറിച്ച് പറയുമ്പോൾ സോളാർ എനർജി കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ കൂടി നേട്ടമായി മാറുകയാണ്. ഭാരതം കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ അത് ആഗോളതലത്തിലാണ് വായു മലിനീകരണം ഇല്ലാതാക്കുന്നത്. അതുപോലെ തന്നെ ഭാരതം കൂടുതൽ വനങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലോകത്തിന് തന്നെയാണ് നേട്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതം വളരുന്നത് കൊണ്ട് ലോകത്തിന് ഒരു തരത്തിലുള്ള നഷ്ടവുമില്ല. ഭാരതം എത്രത്തോളം ശക്തമാകുന്നോ അത്രത്തോളം ലോകത്തിന് നല്ലത് തന്നെയാണ്. ഇന്ന് ഭാരതത്തിൽ അവസരങ്ങളുടെ കലവറയാണെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾ കൂടിയാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ യുവാക്കളോട് പറയുന്നത് ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്നാണ്, ഭാരതത്തിൽ പുതിയ കമ്പനികൾ തുടങ്ങുമെന്നാണ്. കാരണം ഭാരതം അവസരങ്ങളുടെ കലവറയാണെന്ന് അന്യരാജ്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ G20 തന്നെ ആഫ്രിക്കൻ യൂണിയനെ G20 ഭാഗമാക്കാനുള്ള തീരുമാനത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ഭാരതമാണ്. മറ്റു രാജ്യങ്ങളെ നമ്മൾ അങ്ങോട്ട് സഹായിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്ത് അവരെ കൂടെ നിർത്തുക എന്നുള്ള സമീപനമാണ് ഈ കാലത്ത് തുടർന്നു പോരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. യാതൊരു പരിചയവും ഇല്ലാതിരുന്നു എന്ന് പലരും പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ന് ആഗോളതലത്തിൽ ഒരു ഗ്ലോബൽ ലീഡറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് ആ രീതിയിലുള്ളൊരു അക്സെപ്റ്റൻസ് എല്ലായിടത്തും ലഭിക്കുന്നുമുണ്ട്. ഇന്ന് റഷ്യയോടും അല്ലെങ്കിൽ ഉക്രൈനോടും അമേരിക്കയോടും ചൈനയോടും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മാറിയിട്ടുമുണ്ട്. ഒരു മീഡിയേറ്റർ എന്ന നിലയിലല്ല, അങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. ഈ ഗ്ലോബൽ ടെൻഷൻ കുറയ്ക്കാൻ കഴിയുന്ന ഒരു ആഗോള ശക്തിയായി നരേന്ദ്രമോദി എന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞാൽ നോക്കൂ, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ നമ്മൾ പരസ്യമായി റഷ്യയ്ക്കൊപ്പം തന്നെ നിലപാടെടുക്കുകയും അതേസമയം തന്നെ ഉക്രൈനൊപ്പം നിൽക്കുകയും ചെയ്തു. അതിന് ഭാരതത്തിന് കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും റഷ്യക്കെതിരെ നിലപാടെടുത്തപ്പോൾ അവിടെ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പറഞ്ഞിട്ടും നമ്മൾ കേട്ടില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും ചെയ്തു. അതേസമയം നമ്മൾ ഉക്രൈനോടുള്ള നിലപാട് സമാധാനത്തിൻ്റെ ഭാഷയിൽ തുടരുകയും ചെയ്തു. അതുമാത്രമല്ല, പുടിൻ്റെ മുഖത്ത് നോക്കി ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ വാർ എന്ന് പറഞ്ഞ ഏക പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇസ്രയേലും പാലസ്തീനും തമ്മിൽ നടക്കുന്ന പ്രശ്നമുണ്ടല്ലോ, തീർച്ചയായും അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ്. അതിന് എന്നാലാവുന്നത് ചെയ്യണമെന്നുമുണ്ട്. അവർ തമ്മിൽ ഈ പ്രശ്നമുണ്ടായ സമയത്ത് ഞാൻ ഇസ്രയേലിന് പ്രത്യേകമായ ഒരു അഭ്യർത്ഥന കൊടുത്തു. അതെന്ന് പറയുന്നത്, ഒരിക്കലും ഈ റംസാൻ വ്രതസമയത്ത് ആ മാസം നിങ്ങൾ ഒരിക്കലും ഒരു രീതിയിലും പാലസ്തീനെ ആക്രമിക്കരുതെന്നാണ്. കാരണം ഇന്ന് ഇസ്രയേലിന് ആഗോളതലത്തിൽ ഒരു അനുകൂലമായ വികാരമുണ്ട്. ഇസ്രയേലിലേക്ക് ആക്രമണം വന്നതിന് ശേഷമാണ് ഇസ്രയേലിനെ തിരിച്ച് പ്രതിരോധിക്കേണ്ടി വന്നത്. ആഗോളതലത്തിൽ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഇസ്രയേലിനുള്ള ഈ സമയത്ത് റംസാൻ വ്രതമാസത്തിൽ ഒരു തരത്തിലും പാലസ്തീനെ ആക്രമിക്കാതിരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഞാൻ അവർക്ക് നൽകിയിരുന്നു. അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ജസ്റ്റ് ഭാരതത്തിന് ഈ രീതിയിലുള്ള താല്പര്യമുണ്ട് എന്നവരെ അറിയിച്ചിരുന്നു. അതുമാത്രമല്ല, റംസാൻ വ്രതമാസത്തിൽ പാലസ്തീനിൽ ഗാസയിൽ ഞങ്ങൾക്ക് ഭാരതത്തിന് സഹായങ്ങൾ നൽകണമെന്നുമുണ്ട്. ഞങ്ങൾക്കൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ അതനുസരിച്ചു. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് ഇന്ന് ആ തരത്തിൽ എല്ലാ രാജ്യങ്ങളോടും സംസാരിക്കാൻ കഴിയുന്നുണ്ട്. 2014 നരേന്ദ്രമോദിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു പാകിസ്ഥാനുമായുള്ള സമീപനം എന്താണെന്ന്. അന്ന് താങ്കൾ പറഞ്ഞത് തോക്കിൻ്റെയും ബോംബിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് പാകിസ്ഥാനോട് സമാധാനത്തിൻ്റെ ചർച്ച നടത്താൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇത് സമാധാനത്തിൻ്റെ ചർച്ചകൾക്കുള്ള സമയമല്ല എന്നാണ്. അതുമാത്രമല്ല, പാകിസ്ഥാനിൽ നമ്മൾ ആരോടാണ് ചർച്ച ചെയ്യേണ്ടത്? സൈന്യത്തിനോടാണോ, ജനപ്രതിനിധികളോടാണോ, അവിടുത്തെ ഭരണവർഗത്തോടാണോ? അതിൽ വ്യക്തതയില്ല എന്നും താങ്കൾ പറയുകയുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനുമായി നമുക്ക് സമാധാന ചർച്ചകൾ നടത്താനുള്ള സമയമായോ? നോക്കൂ അർണബ്ജി, ഞാൻ 2014 അങ്ങനെ പറഞ്ഞിരുന്നു എന്നത് സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് ഭാരതം എത്രയോ ഉയരത്തിലാണ്. പാകിസ്ഥാനുമായി ഒരു രീതിയിലും നമ്മൾ താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പാകിസ്ഥാനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം പോലുമില്ല. പാകിസ്ഥാനിൽ നിന്ന് നമുക്കൊരു ഭീഷണിയേ അല്ല. വെറുതെ പാകിസ്ഥാനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് അവർക്ക് വേണ്ടി കളയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ല. അവരെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് ഞാൻ എൻ്റെ ബുദ്ധി വെറുതെ കളയുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് എൻ്റെ രാജ്യത്തെ വളരെയേറെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്.
എൻ്റെ മുന്നിൽ ഒരുപാട് പദ്ധതികളുണ്ട്. 2014 നിന്നും വളരെ വളരെ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. പാകിസ്ഥാൻ എന്ന് നമ്മുടെ ഒരു എതിരാളിയേ അല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ താരതമ്യം ചെയ്തൊരു കാലമേ കഴിഞ്ഞുപോയി. പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞ് വെറുതെ നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.